അതെന്താ യാതൊരു കുലുക്കമില്ലാത്തവന്റെ പേര് വിളിച്ചിട്ട്? സാറേ 2 റിഹാനുണ്ട്. ഓ മുഹമ്മദ് റിഹാൻ VS. ആ മുഹമ്മദ് റിഹാനെ, വി എങ്ങനെയായിരിക്കും? പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ, അതോ പോസിറ്റീവും നെഗറ്റീവും വരാം? പോസിറ്റീവും നെഗറ്റീവും വരാം. എന്താ പോസിറ്റീവും നെഗറ്റീവും തന്നെ എന്താ? പോസിറ്റീവും നെഗറ്റീവും വരണേ എന്താ? എന്തുകൊണ്ടാ വി പോസിറ്റീവും നെഗറ്റീവും വരുന്നേ? അറിയാവോ? അറിയില്ല. എന്തായിരിക്കും ഇഷാനെ വി പോസിറ്റീവും നെഗറ്റീവും വരാനുള്ള കാരണം എന്തായിരിക്കും? അതിന്റെ ഇമേജ് പോസിറ്റീവിലും നെഗറ്റീവിലും ഫോം ആവും. പോസിറ്റീവിലും നെഗറ്റീവിലും ഫോം ആവുമെന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? കോൺവെക്സിന്റെ ആണെങ്കിൽ പോസിറ്റീവിലായിരിക്കും ഇമേജ് ഫോം ചെയ്യണേ. റിയലും വിർച്വലും ഉണ്ടാക്കും. അവിടെ ഇമേജ് റിയലും ആവാം വിർച്വലും ആവാം. മനസ്സിലായ? അതുകൊണ്ടാ പോസിറ്റീവിന്, അല്ലാണ്ട് പോസിറ്റീവിലും നെഗറ്റീവിലും ഇമേജ് ഉണ്ടാക്കും എന്നാണോ പറയാ? അങ്ങനെയാണോ പഠിപ്പിച്ചേ? ഇത് റിയൽ ഇമേജും ഉണ്ടാക്കും വിർച്വൽ ഇമേജും ഉണ്ടാക്കും. അപ്പൊ മിററിന്റെ റൈറ്റ് സൈഡിലും ആവാം ലെഫ്റ്റ് സൈഡിലും ആവാം. കാരണം നമ്മൾ പഠിച്ചേക്കുന്നതാണ് വിർച്വൽ മിററിന്റെ റൈറ്റ് സൈഡിലാണ് കേട്ടാ. പറയുമ്പോ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞു. മുഹസിൻ മുസ്തഫ. ഇനി ഫോക്കൽ ലെങ്ത് എങ്ങനെയായിരിക്കും ഒരു കോൺകേവ് മിററിന്റെ? പോസിറ്റീവ് ആയിരിക്കും നെഗറ്റീവ് ആയിരിക്കും? നെഗറ്റീവ് ആണ്. കോൺവെക്സ് ആവുമ്പോഴോ? നെഗറ്റീവ്. മൂസിനൊക്കെ പഠിച്ചിട്ടില്ല. ഇത് പഠിച്ചിട്ട് വരാൻ പറഞ്ഞാണല്ലോ. പിന്നെ പരിപാടിക്ക് പോയപ്പോ എപ്പോ? വൈകുന്നേരം. ക്ലാസിന്റെ സമയത്തില്ലായിരുന്നാ? ഇല്ല. റെക്കോർഡ് ക്ലാസ് കേട്ടോ? ഇല്ല, അത് കണ്ടില്ല. നോക്കിട്ട് കണ്ടില്ലേ? എവിടെ പോയി? ഇബ്രാഹിം ബാദുഷാ. ഇബ്രാഹിമിന്റെ ബാക്കി ഭാഗം ഒന്ന് കണ്ടോട്ടെ. ഇബ്രാഹിമിന്റെ കഴുത്ത് വരെ എനിക്ക് കാണുന്നുള്ളൂ. ഞാൻ ഇങ്ങനെ ഇരുന്നാ മതിയോ? ഇങ്ങനെ ഞാൻ പറഞ്ഞോ. ഫോക്കൽ ലെങ്ത് കോൺകേവിന്റെയും കോൺവെക്സിന്റെയും പറഞ്ഞോ. നല്ല ഉത്തരം. പഠിച്ചില്ലെങ്കിലേ വലിയ പ്രശ്നാട്ടോ ബാദുഷാ. പഠിച്ചില്ലെങ്കിൽ ഭയങ്കര പ്രശ്നാണ്. ബാദുഷ ഇടങ്ങേറലാവും. ഞാൻ ഇടങ്ങേറാവൂല, ബാദുഷ ഇടങ്ങേറലാവും കേട്ടാ. ബിലാൽ നാസർ. ബിലാൽ ഒന്ന് പറഞ്ഞേ, ഫോക്കൽ ലെങ്ത് കോൺകേവിന്റെയും കോൺവെക്സിന്റെയും. കോൺകേവിന്റെ പോസിറ്റീവും കോൺവെക്സിന്റെ ഇർഫാൻ. കോൺവെക്സിന്റെ പോസിറ്റീവ്. ഇനി പറയണ്ട, ഒന്ന് പറഞ്ഞു മാറിപ്പോയ പിന്നെ തീർന്നില്ലേ. ഇർഫാൻ അനസ്. റിയൽ ഇമേജിന്റെ ഹൈറ്റ് പോസിറ്റീവ് ആയിരിക്കോ നെഗറ്റീവ് ആയിരിക്കോ? റിയൽ ഇമേജിന്റെ ഹൈറ്റ് നെഗറ്റീവ് ആയിരിക്കും. ഉറപ്പ്? ഇപ്പൊ മാറ്റിക്കോ. ശ്രേയ, വിർച്വൽ ഇമേജിന്റെ ഹൈറ്റ് പോസിറ്റീവ് ആയിരിക്കോ നെഗറ്റീവ് ആയിരിക്കോ? വെർച്വലിന്റെ പോസിറ്റീവ്, റിയലിന്റെ നെഗറ്റീവ്. മുഹമ്മദ് അബ്ദുറഹ്മാൻ. എനിക്കൊരു റെയർ വ്യൂ മിറർ ഉണ്ടാക്കണമല്ലോ. കോൺവെക്സ് ആണോ കോൺകേവ് ആണോ പ്ലെയിൻ ആണോ? ഏതാ സജസ്റ്റ് ചെയ്യാ? പ്ലെയിൻ അല്ല, കോൺവെക്സ്. വൈ? അത് ദൂരെയുള്ള ഒബ്ജക്റ്റിനെ അടുത്താണ്. ദൂരെയാണെങ്കിലും അടുത്താണെങ്കിലും ഒക്കെ ഒബ്ജക്റ്റിന് ഡിമിനിഷ്ഡ് ആയിട്ട് കാണാൻ പറ്റും. ഡിമിനിഷ്ഡ് ആയിട്ട് സൈസ് കുറഞ്ഞ് കാണാൻ പറ്റും. ഓക്കെ. അതോടൊപ്പം തന്നെ ഫീൽഡ് വ്യൂ കൂടുതലാണ്. അതും കൂടെ പറയണ എക്സാമിന് ചോദിച്ച കേട്ടോ. ഫീൽഡ് വ്യൂ കൂടുതലാണ്, അതും പറയാം. ഫീൽഡ് വ്യൂ കൂടുതലാണ്, അതുപോലെ അത് ഡിമിനിഷ്ഡ് ആയിട്ടുള്ള ഇമേജ് ഫോം ചെയ്യുന്നുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ കോൺവെക്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. ഇനി എല്ലാരും ബുക്ക് എടുത്തോ. പഠിക്കാണ്ട് അടുത്ത ക്ലാസ്സിൽ ഇരുന്നിട്ട് പ്രയോജനമൊന്നും നിങ്ങൾക്ക് കിട്ടൂല കേട്ടാ. നിങ്ങൾ വെറുതെ വന്നിരിക്കാന്നുള്ളൂ, ഒരു പ്രയോജനം അതിൽ നിന്ന് കിട്ടൂല.
കാരണം പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലും മനസ്സിലാവണ്ടേ, ഇതെന്നാ ഈ പുള്ളി ചെയ്യണെന്നെങ്കിലും മനസ്സിലാവണ്ടേ, ഇത് വെറുതെ ഇരിക്കാന്നുള്ളൂ. ഓക്കെ, നമ്മള് മാഗ്നിഫിക്കേഷൻ ആണ് പഠിച്ചല്ലേ. ഷെറിന് എന്തായിരുന്നു നമ്മള് മാഗ്നിഫിക്കേഷന്റെ ഇക്വേഷൻ പറഞ്ഞ എന്തായിരുന്നു? ഷെറിനെ മാഗ്നിഫിക്കേഷന്റെ ഇക്വേഷൻ എന്താ പറഞ്ഞേ? HI/HO. വേറൊരു ഇക്വേഷൻ അവിടെ ഉണ്ടായിരുന്നല്ലോ റുഫൈദ്, അതേതായിരുന്നു? നെഗറ്റീവ്. അതെന്താ ഇൻസാഫ് ഒരു നെഗറ്റീവ് അവിടെ? അതെന്താ മുഹമ്മദ് ഇൻസാഫ് ഒരു നെഗറ്റീവ് അവിടെ ഇടാൻ കാരണം എന്താ? കഴിഞ്ഞ ക്ലാസ്സിൽ കേറിയില്ല. കഴിഞ്ഞ ക്ലാസ് കയറി. എന്നാ റുഫൈദ പറഞ്ഞു കൊടുക്ക, എന്താ നെഗറ്റീവ് ഇടാൻ കാരണം? റുഫൈദ പറഞ്ഞോ, എന്താ നെഗറ്റീവ് ഇട്ടെ? ചോദിക്കാഞ്ഞെന്തേ റുഫൈദ, എന്താ സാർ അവിടെ നെഗറ്റീവ് ഇട്ടെന്ന് ചോദിക്കാഞ്ഞെന്തേ റുഫൈദക്ക് അറിയില്ലെങ്കില്? അമ്ന ഒന്ന് പറഞ്ഞേ എന്താ നെഗറ്റീവ് ഇട്ടേന്ന്. ഞാൻ എന്താ പറഞ്ഞേ? ഞാൻ അതിനൊരു എക്സ്പ്ലനേഷൻ തന്നായിരുന്നു. എന്തായിരുന്നു? സാർ പറഞ്ഞില്ലായിരുന്നു. പറഞ്ഞില്ല. എന്തെന്നാ ഞാൻ പറഞ്ഞേ? ഇന്ന് പറയാന്ന് പറഞ്ഞു. ഇന്ന് പറയാന്ന്. കേട്ടോ റുഫൈദ? ഞാൻ ഇന്നലെ പറഞ്ഞില്ല, ഞാൻ ഇന്ന് പറഞ്ഞു തരാന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ എല്ലാരും ഇവിടെ ശ്രദ്ധിച്ചോട്ടോ. നെഗറ്റീവ് ഇട്ട് എന്താന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഞാൻ ഇതൊരു ഒരെണ്ണം നിങ്ങൾക്ക് ചെയ്യാൻ തരാം. നിങ്ങൾ അത് ചെയ്ത് തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താ നെഗറ്റീവ് ഇട്ടേന്ന്. ഓക്കെ, അപ്പൊ ഞാൻ മാഗ്നിഫിക്കേഷൻ എന്ന ടോപ്പിക് ഒന്ന് കുറച്ചുകൂടി ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചൊരു 5 എക്സാമ്പിൾ തരാൻ പോവാം നിങ്ങൾക്ക്. ഈ 5 എക്സാമ്പിൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലിരുന്നോളണം എന്താണ് മാഗ്നിഫിക്കേഷൻ എന്നുള്ള കാര്യം. പിന്നെ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അപ്പൊ ചോദിച്ചോളാം. കാരണം ഇനി ഞങ്ങൾ ന്യൂമറിക്കലൊക്കെ ചെയ്തു പോകുമ്പോൾ നമ്മൾ അതിൽ നിന്ന് എടുത്ത് എഴുതാനുള്ളതാണ്. അപ്പൊ ഇതെന്താന്ന് അറിയാത്തവൻ എന്ത് ചെയ്യും? അവിടുന്ന് പോയി. ഓക്കെ, മാഗ്നിഫിക്കേഷൻ എന്താന്ന് അറിഞ്ഞിരിക്കും. ഈ 5 കേസ് ചെയ്ത് കഴിയുമ്പോൾ ക്ലിയർ ആവണം. ഓക്കെ, ദാ ഫസ്റ്റ് വൺ പിടിച്ചോ. ഒന്നാമത്തെ ആദ്യം തന്നെ ഒരു കോൺകേവ് മിറർ ആണ് ഞാൻ വരയ്ക്കുന്നത്. ഓക്കെ, ഒരു കോൺകേവ് മിറർ നിങ്ങൾ എന്റെ കൂടെ വരച്ചോ. ഒരു കോൺകേവ് മിറർ. പറഞ്ഞോ. കോമ്പസ് എടുക്കാൻ പോകട്ടെ. കോമ്പസിന്റെ ആവശ്യമുണ്ടോ? ഇങ്ങനെ വരച്ചാ പോരെ പെട്ടെന്ന്? സമയം കളയണ എന്തിനാ? അല്ല, കോമ്പസിലാണ് പെൻസില്. എന്നാ ചെല്ല് പെട്ടെന്ന് വാ. പോള് മാർക്ക് ചെയ്യുക, ഫോക്കസ് മാർക്ക് ചെയ്യുക, സെന്റർ ഓഫ് കർവേച്ചർ മാർക്ക് ചെയ്യുക. ഓക്കെ, ഈ എഫിന്റെയും പിയുടെയും ഇടയ്ക്ക് ഒരു ഒബ്ജക്റ്റ് ഇരിക്കുകയാണ് ഇവിടെ. ബിറ്റ്വീൻ എഫ് ആൻഡ് പി ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഇരിക്കുകയാണ്. ഓക്കെ, ബിറ്റ്വീൻ എഫ് ആൻഡ് പി ഒബ്ജക്റ്റ് ഇടുന്ന എവിടെയായിരിക്കും സുഹൈലെ നമുക്ക് ഇമേജ് കിട്ടുക? ഒരു കോൺകേവ് മിററിന്റെ ബിറ്റ്വീൻ എഫ് ആൻഡ് പി ഒബ്ജക്റ്റ് ഇടുന്ന എവിടെയായിരിക്കും ഇമേജ് കിട്ടുക? സുഹൈൽ ഇബ്രാഹിം, ബിയോണ്ട് ബിറ്റ്വീൻ എഫ് ആൻഡ് പി കോൺകേവ് മിററിന്റെ തൊട്ടടുത്ത് വെച്ചാ എവിടെ കിട്ടുക? അയ്യോ, അൽഫിയ എവിടെയാന്ന് പറഞ്ഞു കൊടുത്തേ സുഹൈലിന്? ബിഹൈൻഡ് ദ മിറർ. അല്ല, ബിഹൈൻഡ് ദ ബിഹൈൻഡ് ദ മിറർ. സുഹൈൽ കേട്ടാ? ബിഹൈൻഡ് ദ മിറർ. ആ ഇമേജിന്റെ പ്രത്യേകത എന്താണ് ഗൗരി? ആ ഇമേജിന്റെ പ്രത്യേകത എന്തായിരുന്നു? വിർച്വൽ ആയിരിക്കും, എൻലാർജഡ് ആണ്. വിർച്വൽ ആണ്, എൻലാർജഡ് ആണ്, ഇറക്റ്റ് ആണ് അല്ലെ? ഞാൻ വിർച്വൽ ആയിട്ടുള്ള എൻലാർജഡ് ആയിട്ടുള്ള ഒരു ഇറക്റ്റ് ഇമേജ് ഇവിടെ വരച്ചു. ഓക്കെ, എൻലാർജഡ് ആയതുകൊണ്ട് ഒരല്പം വലിപ്പം കൂട്ടി വരച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ കുറച്ച് ഡിസ്റ്റൻസുകൾ, അതായത് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യാൻ പോവാ. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്. ഓക്കെ, അതായത് ഒബ്ജക്റ്റ് ഇരിക്കുന്നിടത്ത് നിന്ന് മിററിന്റെ പോള് വരെയുള്ള ഡിസ്റ്റൻസ്, അതായത് നമ്മൾ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് പറഞ്ഞിരുന്നത്. ഓക്കെ, ഇതാ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് 3 സെന്റിമീറ്റർ. 3 സെന്റിമീറ്റർ ആണ് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്. അതുപോലെ ഇനി ഇമേജ് ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യാൻ പോവാണ്. പോളിന്ന് ഇമേജ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് ഇമേജ് ഡിസ്റ്റൻസ്. അത് ഞാൻ മാർക്ക് ചെയ്യുവാണ് 6 സെന്റിമീറ്റർ. ഓക്കെ, ഇനി അതുപോലെ ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് 2 സെന്റിമീറ്റർ കേട്ടോ. ഇത് ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് ആണ് 2 സെന്റിമീറ്റർ. ഇമേജിന്റെ ഹൈറ്റ് 4 സെന്റിമീറ്റർ. 4 സെന്റിമീറ്റർ. ഇനി ഞാൻ ഒബ്ജക്റ്റിന് ഒ ബി എന്ന് കൊടുത്തു നിങ്ങൾക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. ഒ ബി ഇതാണ് ഒബ്ജക്റ്റ്. ഐ
എം. ഇതാണ് ഇമേജ്. നിങ്ങൾ എനിക്ക് കണ്ടുപിടിച്ച് തരേണ്ടത് മാഗ്നിഫിക്കേഷൻ ആണ്, എം ആണ്, എം. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി എം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഉണ്ട്, HI/HO. അത് കൂടാതെ തന്നെ എം നിങ്ങൾ നെഗറ്റീവ് വി ബൈ ഇപ്പൊ തൽക്കാലം ഇടണ്ട കേട്ടാ. ഈ ഒരു 10 മിനിറ്റിലേക്ക് ആ നെഗറ്റീവ് മറന്നേക്ക്, ഇനി മേലെ മറക്കുകയും ചെയ്യരുത് കേട്ടാ. ഈ ഒരു 10 മിനിറ്റ് ആ നെഗറ്റീവ് നമുക്ക് വേണ്ട. എന്തുകൊണ്ടാണ് നെഗറ്റീവ് ഇട്ടേന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാ. ഓക്കെ, അവിടെ എം ഈക്വൽ ടു വി ബൈ യു വെച്ചിട്ട് ചെയ്യാം കേട്ടോ. ഇങ്ങനെ രണ്ട് രീതിയിലും കണ്ടുപിടിക്കാം. ഓക്കെ, എം ഈക്വൽ ടു HI/H ചെയ്യുക, അതുപോലെ എം ഈക്വൽ ടു വി ബൈ യു ചെയ്യുക. ചെയ്ത് കഴിയുമ്പോ ഒന്ന് കൈ പൊക്കിയേക്കാം കേട്ടോ. HI/HO ചെയ്യുക, വി ബൈ യു ചെയ്യുക, രണ്ടും ചെയ്ത് ചെയ്യാം. HI എന്തായിരുന്നു അഹമ്മദ് ഹലീമെ? ഇർഫാൻ കഴിഞ്ഞ, വെരി ഗുഡ്. അഹമ്മദ് ഹലീം ഹൈറ്റ് ഓഫ് ഇമേജ്. ഹൈറ്റ് ഓഫ് ദി ഇമേജ് എത്ര ഇവിടെ തന്നിരിക്കുന്ന ഇമേജിന്റെ ഹൈറ്റ്? 4 സെന്റിമീറ്റർ. 4 സെന്റിമീറ്റർ. അപ്പൊ ഇവിടെ 4 വരും അല്ലെ, 4. ഇനി ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് എത്രയായിരുന്നു ഇൻസാഫെ? ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് എത്രയാ? ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് എത്രയാ? 2 സെന്റിമീറ്റർ. 2 സെന്റിമീറ്റർ. അപ്പൊ താഴെ 2 വരും. അപ്പൊ ഇവിടെ മാഗ്നിഫിക്കേഷൻ എന്ത് കിട്ടും? 2. ഓക്കെ, വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ അത് പറയാം. ഇനി ഇതിന്റെ താഴെ ഒരെണ്ണം കൂടി ഉണ്ട്, താഴെ ഒരെണ്ണം കൂടി. ഓക്കെ, വി എത്ര കിട്ടും? വി എത്ര കിട്ടും അൽഫിയ സിദ്ദീഖ്? വി എത്ര കിട്ടും? വി എന്താന്ന് ആദ്യം പറയാം, എന്നിട്ട് വിയുടെ കാര്യം പറയാം. വി എന്താണ് അൽഫിയ? ഇമേജ് ഡിസ്റ്റൻസ്. ഇമേജ് ഡിസ്റ്റൻസ് എത്രയാ? 6. ഓക്കെ, ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എത്രയാ? 3. അവിടെയാണ് ഈ പ്രശ്നം കേട്ടാ. -3 വരും, -3. എന്തുകൊണ്ടാ -3 വന്നേന്ന് അറിയില്ലാത്ത ആരെങ്കിലും ഉണ്ടെന്ന് ഒന്ന് കൈപൊക്കി. എന്തുകൊണ്ട് അവിടെ മാത്രം നെഗറ്റീവ് വന്നേന്ന് ആർക്കെങ്കിലും അറിയില്ലാത്തണ്ടാ? മുഹമ്മദ് അമീൻ അറിയില്ല, പിന്നെ വേറെ ആർക്കും അറിയില്ലാത്ത? ഷഹൻ അറിയില്ല, ഷാരൂഖിന് അറിയില്ല, അഹമ്മദ് ഹലീം, ഷുഹൈബ്. ഓക്കെ, കൈപൊക്കിക്കോ. ഇർഫാൻ, ഷംസുദ്ദീൻ, റൈഹാൻ, ഇഷാൻ, മുഹസിൻ. ഓക്കെ, ഇതാണ് നമ്മൾ ഇന്നലെ പഠിച്ച കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ വെച്ചിട്ട് മിററിന്റെ പോളിൽ നിന്ന് ലെഫ്റ്റിലേക്കാണെങ്കിൽ ആ വാല്യൂ നെഗറ്റീവ് ആണ്. ഓക്കെ, ഈ വാല്യൂ എങ്ങനെ വരുന്നത്? നിങ്ങൾ നോക്കി, ഇത് എവിടെ എങ്ങടെ ഡിസ്റ്റൻസ് അളക്കുന്നത്? ഇവിടെ പോയി നിൽക്കണം കേട്ടോ. ഒരു ചോദ്യം കിട്ടി കഴിയുമ്പോ പോളിൽ പോയി നിന്നോളണം. എന്നിട്ട് പോളിൽ നിന്ന് നിങ്ങൾ നോക്കിയേ, ഇവിടെ ലെഫ്റ്റിലേക്കാ പോണ്ടേ കണ്ടോ. ലെഫ്റ്റിലേക്ക് പോയാൽ നെഗറ്റീവ് ആണ്, റൈറ്റിലേക്ക് പോയാൽ പോസിറ്റീവ് ആണ്, അപ്വേർഡ് ആണെങ്കിൽ പോസിറ്റീവ് ആണ്, ഡൗൺവേർഡ് ആണെങ്കിൽ നെഗറ്റീവ് ആണ്. എപ്പോഴും സൈനിന്റെ കാര്യം ചിന്ത ഉണ്ടാവണം. സൈൻ ഇല്ലാണ്ട് എഴുതണ്ട. അതിപ്പോ പോസിറ്റീവ് ആണെങ്കിൽ തന്നെ നിങ്ങൾ അവിടെ പ്ലസ് ഇട്ടോ കേട്ടോ. പോസിറ്റീവ് ആണെങ്കിൽ തന്നെ അവിടെ പ്ലസ് ഇട്ടോ. ലൈറ്റിന്റെ പ്രോബ്ലങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ എല്ലാത്തിലും സൈൻ ഇട്ടോ, പിന്നെ സൈൻ മറക്കൂല്ലോ. പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും ഒക്കെ സൈൻ ഇട്ടോ. അതുപോലെ ഇവിടെ +3. അപ്പൊ ആൻസർ ഇവിടെ -2. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്തെങ്കിലും കുഴപ്പം തോന്നുന്നുണ്ടോ ആ രണ്ട് ഉത്തരത്തിലും? ആർക്കെങ്കിലും എനിവൺ എന്തെങ്കിലും കുഴപ്പം? രണ്ട് സെയിം ആണോ? അല്ല, സെയിം ആവണോ? സെയിം ആവണം, കാരണം രണ്ട് ഈക്വലാ, മാഗ്നിഫിക്കേഷനാ. അപ്പൊ സെയിം ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ വിക്ക് മുന്നേ ഒരു നെഗറ്റീവ് ഇട്ട് കൊടുക്കും. ഒരു ബ്രാക്കറ്റ് അങ്ങ് ഇട്ടോ, എന്നിട്ട് അവിടെ ഒരു നെഗറ്റീവ് ഇട്ടോ. ഓക്കെ, അപ്പൊ ഇതിനു മുന്നേ ഒരു നെഗറ്റീവ് ഇടുമ്പോ ഇതിന്റെ വാല്യൂ 2 ആവും. ഓക്കെ, രണ്ട് കാര്യം. ഒന്ന്, സൈൻ ശ്രദ്ധിക്കുക. സൈൻ ലെഫ്റ്റിലേക്കാണോ റൈറ്റിലേക്കാണോ നോക്കിയിട്ടേ ചെയ്യാവുള്ളൂ കേട്ടോ. വെറുതെ പോസിറ്റീവ് ഇട്ട് പോരുത്. നിങ്ങൾക്ക് ആർക്കും ക്വസ്റ്റ്യൻ പേപ്പറിൽ സൈൻ എഴുതി തന്ന് സഹായിക്കാൻ പോണില്ല, നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം. ഓക്കെ, ഓരോന്നിന്റെ സൈൻ എങ്ങനെയാണെന്ന് നിങ്ങൾ തന്നെ നോക്കി കണ്ടുപിടിക്കേണ്ടതാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ ചെയ്യുമ്പോൾ ചോദിച്ചോളണം. ഓക്കെ, ഇനി ഇർഫാനെ ചോദിച്ചോ. സർ, വി നെഗറ്റീവ് ആണെങ്കിൽ സൈൻ ക്യാൻസൽ ആയി പോകും. വി നെഗറ്റീവ് വരുവാണെങ്കിൽ നെഗറ്റീവ് ബൈ നെഗറ്റീവ് അല്ല വരുന്നത്. ഇവിടെ നോക്കിയാൽ അത് തന്നെ, നെഗറ്റീവ് പോസിറ്റീവ് അല്ലേ? അല്ലെങ്കിൽ നെഗറ്റീവ് ബൈ നെഗറ്റീവ് എന്താ? ഇത് നെഗറ്റീവ് പോസിറ്റീവ് വരുമ്പോൾ ഇവിടെ നെഗറ്റീവ് ആയി. അല്ലെങ്കിൽ ഇങ്ങനെ ഒന്നും ആലോചിക്കണ്ട. അതായത് പോസിറ്റീവ് നെഗറ്റീവ് ഡിവൈഡ് ചെയ്യുമ്പോൾ നെഗറ്റീവ് ആണ്. ഓക്കെ, പിന്നെ നെഗറ്റീവ് അടുത്തടുത്ത് വന്നാൽ അത് പ്ലസ് ആണ്. അത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അറിയില്ലാത്തവർക്ക് അത് ഞാൻ ന്യൂമറിക്കലി ചെയ്യുമ്പോൾ അതിന്റെ കാര്യങ്ങൾ പറഞ്ഞുതരാം, എങ്ങനെയാണ് പോസിറ്റീവ് നെഗറ്റീവ് നമ്പറുകൾ ആഡ് ചെയ്യുന്ന മൾട്ടിപ്ലൈ ചെയ്യുന്നതൊക്കെ കേട്ടോ. സാർ, ഞാൻ അതല്ല ചോദിച്ചത്. 6 നെഗറ്റീവ് ഉണ്ടെങ്കിൽ പിന്നെ നെഗറ്റീവ് ഇടണോ? 6
ആ വേണം വേണം വേണം. ആ മൈനസ് അത് വേണം, അത് വേണം, അത് വേണം, അത് വേണം. അങ്ങനെയില്ല, അവിടെ നെഗറ്റീവ് ഉണ്ടെങ്കിൽ ഈ നെഗറ്റീവ് കളയാന്നില്ല കേട്ടോ. ആ നെഗറ്റീവ് അവിടെ കാരണം എന്താണെന്നറിയോ, നിങ്ങൾ അവിടെ നെഗറ്റീവ് ഇടാണ്ടിരുന്ന ആ നെഗറ്റീവ് അടുത്തെടുത്ത് വന്നാൽ അത് പോസിറ്റീവ് ആവണേ. അപ്പൊ നിങ്ങൾ അവിടെ നെഗറ്റീവ് ഇട്ടാൽ ശരിയാവോ? മനസ്സിലായോ? അപ്പൊ പോസിറ്റീവ് വരേണ്ട അടുത്ത് ഇർഫാൻ എന്ത് ചെയ്യും? നെഗറ്റീവ് ഇട്ട് കൊടുക്കും, തെറ്റിപ്പോവും. കാരണം നെഗറ്റീവ് അടുത്തടുത്ത് വന്നത് പോസിറ്റീവായി മാറുക ചെയ്യുക, അത് നെഗറ്റീവ് അല്ല ആവുക കേട്ടോ. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിച്ചോട്ടോ. ഈ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള നമ്പറാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ അത് വെറുതെ ഒരു 2 എന്നൊക്കെ തോന്നും അല്ലെ, ഒരു +2. ഇതിന് മാത്രം സാറ് പറയുന്ന പോലെ ഞങ്ങളൊരു പ്രത്യേകത ആ നമ്പറിൽ കാണുന്നില്ലല്ലോ അല്ലെ. എന്ത് പ്രത്യേകതയുള്ള ഒരു +2? പക്ഷെ അങ്ങനെയല്ല. നമ്മള് ഈ 2-3 ദിവസവും ചെയ്ത ആക്ടിവിറ്റി കംപ്ലീറ്റ് നമ്മൾ ചെയ്ത് കണ്ടുപിടിച്ചതെല്ലാം ഈ നമ്പറിലുണ്ട്, ഈ ഒരു ഒറ്റ നമ്പറിൽ കിടക്കുന്നുണ്ട്. മുഹമ്മദ് റിഹാൻ പറയാണ്ട് എങ്ങടാ പോയേ? ആ ഓക്കെ. അപ്പോ നമ്മൾ എന്താ പറയാൻ കാരണം, ഇവിടെ ശ്രദ്ധിച്ചേ പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചിരുന്നിട്ടാ പറയണുള്ളൂ. എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചോ. ഈ +2 മീൻ ചെയ്യുന്ന എന്തൊക്കെയാണെന്നറിയാം. ഇത് ഇവിടെ നോക്കിക്കോ. ഈ 2 പ്ലസിന്റെ കാര്യം ഞാൻ പിന്നെ പറയാം. ഈ 2 എന്താ മീൻ ചെയ്യുന്നത്? ഈ 2 ആർക്ക് പറയാം? 2 മാഗ്നിഫിക്കേഷൻ എന്താണെന്ന് അറിയാവുന്നവർക്ക് ഈ 2 എന്താന്ന് ഈസി ആയിട്ട് പറയാം. ഈ 2 എന്താ മീൻ ചെയ്യുന്നത്? നിങ്ങൾ നോക്കി, ഇമേജ് ഹൈറ്റും ഒബ്ജക്റ്റ് ഹൈറ്റും നോക്കിയിട്ട് ഈ 2 എന്താ മീൻ ചെയ്യുന്നതെന്ന് ആർക്ക് പറയാം? ആ ഷുഹൈബേ പറഞ്ഞോ. ഒബ്ജക്റ്റിനേക്കാളും ഇമേജ് 2 സെന്റിമീറ്റർ വലുതാണ്. 2 സെന്റിമീറ്റർ അല്ല, 2 ടൈംസ്. അതായത് എന്തോ ഗതികേടിനെ 2 സെന്റിമീറ്റർ ആയി പോയതാണ്. ഇപ്പൊ 4 ആണെങ്കിൽ പിന്നെ 8 ആവൂലേ? ഓക്കെ, 2 ടൈംസ് സെന്റിമീറ്റർ ഇട്ടേക്കണേ. എങ്ങനെ സാറവിടെ സെന്റിമീറ്റർ ഇട്ടല്ലേ? ആ അതെ, അത് കാരണം പറഞ്ഞ. അല്ലല്ല, 2 സെന്റിമീറ്റർ വലുതായി എന്ന് പറഞ്ഞ തെറ്റാ കേട്ടോ. 2 സെന്റിമീറ്റർ അല്ല, 2 ടൈംസ് ആണ്. 2 ടൈംസ്. ഓക്കെ, അപ്പോ ഒബ്ജക്റ്റിന്റെ 2 ടൈംസ് സൈസ് ആയി ഇമേജ്. അല്ലെ എന്ത് പറയാം? ഇമേജ് സൈസ് എത്രയായിട്ട് മാറി? ഒബ്ജക്റ്റ് സൈസിന്റെ 2 ടൈംസ് ആയിട്ട് മാറി. അതാണ് ഈ മാഗ്നിഫിക്കേഷന്റെ 2യുടെ മീനിങ്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇവിടെ 3 സെന്റിമീറ്റർ ആണെങ്കിൽ ഇവിടെ എത്രയാവും? ഇവിടെ 3 സെന്റിമീറ്റർ ആണെങ്കിൽ ആർക്ക് പറയാം? 6 ആയിട്ട് മാറും. വെരി ഗുഡ്, വെരി ഗുഡ്. ഇവിടെ 3 സെന്റിമീറ്റർ ആണെങ്കിൽ ഇവിടെ 6 ആയിട്ട് മാറും. ഇവിടെ 4 സെന്റിമീറ്റർ ആണെങ്കിൽ ഇവിടെ 8 ആയിട്ട് മാറും. ഇവിടെ 5 ആണെങ്കിൽ 10 ആയിട്ട് മാറും. അതാണ് ഈ 2യുടെ മീനിങ്. പഠിക്കണം കേട്ടോ. അബിൻ പറഞ്ഞോ. സാർ എല്ലാ മിററിന്റെ കേസിലും 2 ടൈംസ് ആണോ വന്നെ? അല്ല, ഈ മിററിൽ തന്നെ പല കേസ് ഉണ്ട്. അപ്പോഴാ ഈ മിററിൽ തന്നെ പല കേസ് വരുന്നുണ്ടല്ലോ. ഇത് ഈ പർട്ടിക്കുലർ കേസ് ഈ ഒരു ക്വസ്റ്റ്യനിൽ മാത്രമേ ഉള്ളൂ. ഈ ഒരു ക്വസ്റ്റ്യനിൽ വെച്ചപ്പോ ഈ ഒരു ക്വസ്റ്റ്യനിൽ മാത്രമേ അങ്ങനെ ഉള്ളൂ. അതിപ്പോ എന്ത് വേണം ചോദിക്കാം കേട്ടാ. 2 എപ്പോഴും വരുമൊന്നുമില്ല. അടുത്ത ചോദ്യം കണ്ട വേറെ ആയിരിക്കും. ഓക്കെ, ഇത് ക്ലിയർ ആണല്ലോ? ഞാൻ ഉദ്ദേശിച്ചത് ആ നമ്പർ എന്താണെന്ന് അറിഞ്ഞിരിക്കുക. മാഗ്നിഫിക്കേഷൻ എന്ന നമ്പർ എന്താണ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത്? ഇമേജിന്റെ സൈസ് ഒബ്ജക്റ്റിന്റെ സൈസിന്റെ എത്ര ടൈംസ് ആണ്, എത്ര ടൈംസ്. ഓക്കെ, എത്ര മടങ്ങ്. ഓക്കെ, ഇതാ അടുത്ത് പിടിച്ചോ. ഇത് രണ്ടാമത്തത്. ചോദിച്ചോളണം കേട്ടോ, എന്ത് സംശയമാണെങ്കിലും ഇപ്പൊ ചോദിച്ചു പൊക്കോളണം, അല്ലെങ്കിൽ പിന്നീട് ബുദ്ധിമുട്ട് വരും. ഇനി ഒരു കോൺവെക്സ് ആണ് ഞാൻ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. കോൺവെക്സ്. കോൺവെക്സ്. ഓക്കെ, കോൺവെക്സിന്റെ സെന്റർ ഓഫ് കർവേച്ചറും പോളൊക്കെ അപ്പറയാണ്, മറക്കരുത്. ഓക്കെ, ഇതിൽ ഞാനൊരു ഒബ്ജക്റ്റ് വെച്ചിട്ടുണ്ട്. 4 സെന്റിമീറ്റർ ഉള്ള ഒരു ഹൈറ്റ് ഉള്ള ഒരു ഒബ്ജക്റ്റ്. ഓക്കെ, 4 സെന്റിമീറ്റർ ഹൈറ്റ് ഉള്ള ഒരു ഒബ്ജക്റ്റ്. ഈ ഒബ്ജക്റ്റ് ഒരു ഇമേജ് ഫോം ചെയ്തിട്ടുണ്ട്. അത് മിററിന് ബിഹൈൻഡ് ആയിരിക്കും. നമ്മൾ പഠിച്ചേക്കണയാ, കോൺവെക്സ് മിറർ ഓൾവേസ് ഫോം വിർച്വൽ ഇമേജ് അല്ലെ. അപ്പൊ മിററിന്റെ, അതായത് എഫിന്റെയും പിയുടെയും ഇടയ്ക്ക് കേട്ടോ, ഇതിന്റെ ആ വിർച്വൽ ഫോക്കസിന് ഇടയ്ക്ക് ആയിരിക്കും ഇമേജ് ഫോം ചെയ്യുക. കുഞ്ഞ് ഇമേജ് ആയിരിക്കും, ഡിമിനിഷ്ഡ് ആയിരിക്കും. ഓക്കെ, ആ ഇമേജിന്റെ സൈസ് തന്നിട്ടുണ്ട് 2 സെന്റിമീറ്റർ. ഓക്കെ, 2 സെന്റിമീറ്റർ. അപ്പൊ 4 സെന്റിമീറ്റർ ആണ് ഒബ്ജക്റ്റിന്റെ സൈസ്, 2 സെന്റിമീറ്റർ ഇമേജിന്റെ സൈസ്. ഇനി ഡിസ്റ്റൻസ്, ഒബ്ജക്റ്റ് ഇരിക്കുന്ന ആ മിററിൽ നിന്നുള്ള ഡിസ്റ്റൻസ് 6 സെന്റിമീറ്റർ. ഇമേജിന്റെ മിററിൽ നിന്നുള്ള പോളിന്നാട്ടോ എല്ലാ ഡിസ്റ്റൻസും മെഷർ ചെയ്യേണ്ട പോളിന്നാണ്. പോളിന്നാ സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ, മറക്കരുത് ആ കാര്യം കേട്ടാ. നിങ്ങൾക്ക് തോന്നിയ പോലെ അവിടുന്ന് ഇവിടുന്ന് ഒന്നും എടുക്കരുത്. എല്ലാ ഡിസ്റ്റൻസും പോളിന്ന് വേണം മെഷർ ചെയ്യാൻ. അതാണ് നമ്മൾ ഫസ്റ്റ് പഠിച്ച കാര്യം. ഓൾ ഡിസ്റ്റൻസ് ആർ മെഷേർഡ് ഫ്രം പോൾ. കാർട്ടീഷ്യൻ റൂളിൽ ഫസ്റ്റ് പറഞ്ഞ പോയിന്റ് അതാണ്. ഓക്കെ, ഇനി ഇവിടെ 3 സെന്റിമീറ്റർ.
3 സെന്റിമീറ്റർ. ഓക്കെ, ഇനി ഇതിന്റെ മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിച്ചോ. മാഗ്നിഫിക്കേഷൻ HI/HO. പറഞ്ഞോ. ഇവിടെ നമ്മൾ മൈനസ് ഇട്ട് ചെയ്യണ്ടേ? ഇവിടെ ഇനി ചെയ്തോ കേട്ടാ. അത് ഞാൻ മനസ്സിലാക്കി തരാൻ വേണ്ടി മാത്രം നെഗറ്റീവ് ഇടണ്ടെന്ന് പറഞ്ഞ. ഇനി ഫുള്ള് നെഗറ്റീവ്. ഇനി ഇടാണ്ടിരുന്നതിന്റെ മേടിക്കും കേട്ടോ. ഇട്ടോളണം. ഇനി എല്ലാ ക്വസ്റ്റ്യനിലും ഇട്ടോളണം. ഓക്കെ, പറഞ്ഞോ. ഏതെങ്കിലും ഒരു ഇക്വേഷൻ ചെയ്താ പോരെ? മതി. പക്ഷെ ഞാനിതേ ആ ഡിസ്റ്റൻസുമായിട്ടുള്ള റിലേഷൻ കാണിക്കാൻ വേണ്ടിട്ടാ കേട്ടോ. തൽക്കാലം രണ്ടും ഇട്ട് ചെയ്തു നോക്ക്. ഇനിയുള്ള ക്വസ്റ്റ്യൻ ഇനി നമ്മൾ പ്രോബ്ലം ന്യൂമറിക്കലൊക്കെ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരെണ്ണം ഇട്ടാൽ മതി കേട്ടോ. ചിലപ്പോൾ ഡിസ്റ്റൻസ് ആയിരിക്കും തന്നെ, നമുക്ക് ഇത് തന്നെ നിർബന്ധമല്ലോ. ചിലപ്പോൾ ഡിസ്റ്റൻസ് ആവാം, ചിലപ്പോൾ ഹൈറ്റ് ആവാം. അഭിനയ പറഞ്ഞോ. സാർ ഈ നെഗറ്റീവ് ഇടുന്നത് പോസിറ്റീവ് ആയിട്ട് നമ്പറിനാണോ? അല്ല. നമുക്ക് ഡിസ്റ്റൻസ് വച്ച് ചെയ്ത് കിട്ടുമ്പോൾ കിട്ടുന്ന വാല്യൂവിന് ഒരു പ്രശ്നമുണ്ട്. എന്തായിരിക്കും അറിയോ? ഒരു നെഗറ്റീവ് സൈൻ വെച്ച് അതിനെ മൾട്ടിപ്ലൈ ചെയ്താലേ നമുക്ക് ഹൈറ്റ് വെച്ച് കിട്ടിയ വാല്യൂവിനോട് ഈക്വൽ ആവുള്ളൂ. ഓക്കെ, രണ്ട് സൈനിലുള്ള ആൻസർ ആയി പോകും. അങ്ങനെ പറ്റില്ലല്ലോ. രണ്ട് ഇക്വേഷൻ നമ്മൾ മാഗ്നിഫിക്കേഷൻ യൂസ് ചെയ്ത രണ്ടിന് സെയിം ആൻസർ കിട്ടണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അത് ഏത് ചെയ്താലും നിങ്ങൾ അതിന്റെ സൈൻ നോക്കുകയോ വേണ്ട. ഇതിന്റെ ഇക്വേഷനിൽ ഉള്ളതാണ്. നെഗറ്റീവ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി വേറെ സംശയം ഉണ്ടോ ചോദിച്ചോ? ഇല്ല. ഓക്കെ, എന്നാ ചെയ്തോ. നെഗറ്റീവ് V/U HI/HO രണ്ട് ഇക്വേഷൻ വെച്ച് ചെയ്ത കേട്ടോ. അടുത്തോട്ട് വേണമെങ്കിൽ നമുക്ക് ഒന്നാക്കാം. ഒരു ഇക്വേഷൻ മതി. ഇതൊന്ന് ക്ലിയർ ആവാൻ വേണ്ടി മാത്രമേ രണ്ടെണ്ണം ചെയ്യിപ്പിച്ചെന്നുള്ളൂ. അടുത്തോട്ട് വേണമെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം എടുത്തോ, കുഴപ്പമില്ല. ഇത് രണ്ടും വെച്ച് ചെയ്തോ. HI/HO അതുപോലെ നെഗറ്റീവ് V/U. മുഹമ്മദ് അമാൻ ചെയ്ത് കഴിഞ്ഞിട്ടാണ് വർത്താനം പറയുന്നത്. മുഹമ്മദ് അമാൻ ചെയ്യ പണി ചെയ്യൂ. ഇർഫാൻ അനസ് മിടുക്കനാണല്ലോ. ഇർഫാൻ ആദ്യം എഴുതി കഴിയൂ അല്ലെ? അമാനിലായി കഴിഞ്ഞു. ഇർഫാൻ കഴിഞ്ഞാ? എത്ര കിട്ടി ഇർഫാനെ? 0.5. ഇർഫാൻ. ഷംസുദ്ദീൻ എത്ര കിട്ടിയേ? തിരിഞ്ഞുപോയി. 4/2 ചെയ്തോനെ. 4/2 ചെയ്തു. ഇല്ല, ചെയ്തില്ലേ? ചെയ്യും, കുറച്ചുപേര് ചെയ്യും കേട്ടാ. അപ്പൊ ശ്രദ്ധിക്കണം. നമ്മൾ 4/2 ഡിവൈഡ് നമ്മൾ ഡിവിഷൻ ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡിൽ ഓൾറെഡി ഒരു ടെൻഡൻസി ഉണ്ടാവും 2ഉം 4ഉം കാണുമ്പോൾ 4/2 ചെയ്യാനായിട്ട്. ശരിക്കും നോക്കണം. ഇമേജിന്റെ ഹൈറ്റ് ബൈ ഒബ്ജക്റ്റിന്റെ ഹൈറ്റാ. ഒബ്ജക്റ്റിന്റെ ഹൈറ്റിന്റെ എത്ര ടൈംസ് ഇമേജ് ഉണ്ടെന്നാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ മുകളിലായിരിക്കണം ഇമേജ്, താഴെ ഒബ്ജക്റ്റ് ആയിരിക്കണം. അത് എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ ഇമേജ് ഹൈറ്റ് ഇവിടെ 2 ആണ്, ഒബ്ജക്റ്റ് ഹൈറ്റ് 4 ആണ്. 2/4 എന്ന് വരും. സൈൻ നോക്കണം. രണ്ടും പോസിറ്റീവ് ആണ് അല്ലെ? അപ്വേർഡ് അല്ല രണ്ടും. ഓക്കെ, അപ്വേർഡ് ആണ് രണ്ടും. അപ്പൊ രണ്ടും പോസിറ്റീവ്. അപ്പൊ 1/2 കിട്ടും. പ്ലസ് 1/2. അതുപോലെ തന്നെ ഈ ഇക്വേഷൻ യൂസ് ചെയ്താലും അങ്ങനെ തന്നെ. ഈ ഇക്വേഷൻ യൂസ് ചെയ്താൽ എങ്ങനെയാ? ഈ ഇക്വേഷൻ യൂസ് ചെയ്തെന്ന് പറഞ്ഞ ആരാ പറയാ? ഇൻസാഫ് എന്ന് പറ. ഇൻസാഫ് ഈ ഇക്വേഷൻ യൂസ് ചെയ്ത് പറ. നെഗറ്റീവ് പുറത്ത് കിടന്നോട്ടെ, അതിനെ ലാസ്റ്റ് നോക്കാം. ബാക്കിയുള്ളത് പറ. V/U എത്ര കിട്ടും? V എത്രയാ? 3 തെറ്റാ. +3 ആണോ -3 ആണോ പറയണം. 2 3 ആൻസറിൽ ഒരു പ്ലസോ മൈനസോ ചേർത്താ മതി മനുഷ്യ. പ്ലസോ മൈനസോ ചേർക്കാനാ പറഞ്ഞ. എന്താണ്? കണ്ട, ഇതൊക്കെ പ്രശ്നമാണ് ക്ലാസ്സിൽ. അതായത് റെക്കോർഡ് ക്ലാസ് എങ്ങനെയാണ് മേടിച്ച് കണ്ടോളണം കേട്ടോ. അല്ലെങ്കിൽ കിരീടം കാണാണ്ട് ചെങ്കോല് കാണാൻ പോയ അവസ്ഥയായിരിക്കും കേട്ടോ. ചെങ്കോലാണ് ആദ്യം ഇറങ്ങിയത്. എന്തെങ്കിലും ആരാണ്? ഷുഹൈബ് എന്ന് പറഞ്ഞേ. V എന്തായിരിക്കും? +3 ആണോ -3 ആണോ? -3 ആണോ? പോസിറ്റീവ് ആണ്. മിററിന്റെ റൈറ്റിലേക്ക് ഒന്നും നോക്കാനില്ല. മിററിന്റെ റൈറ്റ് ആണ്, പോസിറ്റീവ് ആണ്. +3. ഇനി U ആരാ പറയാ? മുഹമ്മദ് റെയ്ഹാൻ പറഞ്ഞോ. മുഹമ്മദ് റിഹാൻ പറഞ്ഞോ. U പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? നെഗറ്റീവ് ആണ്. എന്തുകൊണ്ടാ നെഗറ്റീവ് എന്ന് കൂടെ പറ. കുറെ പേർക്ക് ഇപ്പോഴും ചിലപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവില്ല എന്താ നെഗറ്റീവ് എടുത്തതെന്ന്. മിററിന്റെ അപ്പുറയാണോ ഇപ്പറയാണോ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ മനസ്സിലാവാനാ? മിററിന്റെ ലെഫ്റ്റ് റൈറ്റ്?
നമ്മൾ നോക്കുമ്പോ കേട്ടോ, നമ്മൾ ഇവിടെ നോക്കുമ്പോ മിററിന്റെ ലെഫ്റ്റ് ആണെന്ന് അല്ലേ, ലെഫ്റ്റ് അല്ലേ? അപ്പൊ ലെഫ്റ്റിലേക്കാണ്, അപ്പൊ നെഗറ്റീവ് എടുക്കുക. റബീസെ പറഞ്ഞോ. ഇല്ല, ആൻസർ കഴിഞ്ഞാണോ? ഓക്കെ ഓക്കെ. അപ്പൊ നോക്ക്, ഇവിടെ നോക്കി, പോസിറ്റീവ് നെഗറ്റീവ് ആണ്, ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസർ നെഗറ്റീവാ, ആൻസർ നെഗറ്റീവ് ആണ്. അപ്പൊ നെഗറ്റീവ് 1/2 ആണ്. ഒരു നെഗറ്റീവ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് പോസിറ്റീവ് 1/2 ആവും. കണ്ടോ, ഈ രണ്ട് ഇക്വേഷൻ യൂസ് ചെയ്താലും സെയിം ആണ്. ഇനി അടുത്തോട്ട് ചെയ്യണമെന്നില്ല, അടുത്തോട്ട് ഏതെങ്കിലും ഒരു ഇക്വേഷൻ ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ മാഗ്നിഫിക്കേഷൻ +1/2. അഭിനയ പറഞ്ഞോ. സാർ ഇതില് വിക്ക് മൈനസ് കൊടുത്തേക്കണ കാരണം നമുക്ക് തുടക്കം തൊട്ടേ 3ക്ക് മൈനസ് കൊടുത്താൽ കുഴപ്പമുണ്ടോ? പോസിറ്റീവ് കൊടുക്കണ 3ക്ക് അല്ല, സാർ അങ്ങനെ ചെയ്യരുത്. കാരണം നമ്മളെ ഈ ഡിസ്റ്റൻസ് നമ്മളൊരു കൺവെൻഷൻ വെച്ച് അവിടെ എഴുതുക. ഇപ്പൊ ചിലപ്പോൾ നിങ്ങളുടെ എക്സാമിന് എങ്ങനെയാ, ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എഴുതുക, ഇമേജ് ഡിസ്റ്റൻസ് എഴുതുക എന്ന ക്വസ്റ്റ്യൻ. അപ്പൊ അവിടെ കയറ്റിയിട്ട് ഇവിടെ നെഗറ്റീവ് ആണല്ലോ, അതുകൊണ്ട് നിങ്ങൾ സ്വന്തമായിട്ട് അവിടെ സൈൻ ഇടാൻ പോയി കഴിഞ്ഞാൽ ആൻസർ അവിടെ തെറ്റിയില്ല, അവിടുത്തെ മാർക്ക് പോയില്ലേ. ചിലപ്പോൾ ഇതിന്റെ ഫൈനൽ ആൻസർ ചിലപ്പോൾ ശരിയായിട്ട് വന്നേക്കാം, എന്നാലും അവിടുത്തെ മാർക്ക് പോയില്ല. ഒരിക്കലും ചെയ്യരുത് കേട്ടോ, കറക്റ്റ് ആയിട്ട് സൈൻ ഇട്ട് വേണം ചെയ്യാനായിട്ട്. ഓക്കെ, ഇക്വേഷൻ എങ്ങനെ വേണമെങ്കിൽ വന്നോട്ടോ, അത് നോക്കണ്ട കേട്ടോ. നമ്മൾ ആ സൈൻ അവിടെ മീൻ ചെയ്യുന്നത് അത് ഏത് ഡിറക്ഷനിലാണ് അത് മെഷർ ചെയ്യുന്നതെന്നാണ് മീൻ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ അവിടെ പോസിറ്റീവ് എന്ന് കയറ്റി എഴുതിയാൽ തെറ്റാന്ന് അതിന്റെ അർത്ഥം. അതായത് വിക്ക് നിങ്ങൾ +3ക്ക് പകരം -3 എന്ന് എഴുതിയാൽ ടീച്ചർ വെട്ടിക്കളയുള്ളൂ. ഓക്കെ, ഇനി ഇർഫാൻ അനസ് ചോദിച്ചോളൂ. ഇർഫാൻ അനസ് ചോദിച്ചോളൂ. കഴിഞ്ഞതാണോ? എന്താണോ കൈപൊക്കി വെച്ചിരുന്നത്? ഒരു കുഴപ്പമില്ല. 0.5 എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ ഇന്നൊന്ന് പറയാം, ഈ 1/2 എന്താ മീൻ ചെയ്യുന്നതെന്ന് ആർക്ക് പറയാം? ഈ 1/2 എന്താ മീൻ ചെയ്യുന്നതെന്ന് പറഞ്ഞോ. ഗൗരി പറഞ്ഞോ. ഒബ്ജക്റ്റിനേക്കാളും 1/2 കുറവാണെന്ന് ഇമേജിന്. ഒബ്ജക്റ്റിന്റെ ഹാഫ് ആണ് ഇമേജ് അല്ലെ? അല്ലെങ്കിൽ ഇമേജ് സൈസ് എന്ന് പറയുന്നത് 1/2 ടൈംസ് ഒബ്ജക്റ്റ് സൈസ്. അതായത് ഒബ്ജക്റ്റിന്റെ പകുതി. ഈ ടൈംസ് എന്ന് പറയുന്നത് മൾട്ടിപ്ലൈ ചെയ്യുന്ന പോലെയാണ്. 1/2 ഇൻറ്റു ഒബ്ജക്റ്റ് സൈസ്. ഈ ടൈംസ് എന്ന് പറയുമ്പോൾ കൺഫ്യൂഷൻ വേണ്ട, ഇൻറ്റു ചെയ്യുന്ന പോലെയാണ് കേട്ടോ. 2 ടൈംസ് എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു. ഓക്കെ, അപ്പൊ ഹാഫ് ടൈംസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഹാഫ് ഇൻറ്റു. ഓക്കെ, അതായത് പകുതി. ശരിയല്ലേ? നോക്കി, 4 സെന്റിമീറ്ററിന്റെ പകുതി 2. ഓക്കെ, ഇനി അടുത്തത്. എന്തെങ്കിലും സംശയം ഉണ്ടോ ഇതിനകത്ത്? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ആർക്കെങ്കിലും? എനിവൺ? ഇല്ല, അങ്ങനെയാണ്. ഇത് ഓർമ്മ പിടിച്ചോ. ഒരു കോൺകേവ് മിറർ എന്റെ ഒപ്പം വരച്ചു നോക്കുക. ഒരു കോൺകേവ് മിറർ വരയ്ക്കുക. ഒരു കോൺകേവ് മിറർ, സെന്റർ ഓഫ് കർവേച്ചർ, ഫോക്കസ് മാർക്ക് ചെയ്യുക. ഒബ്ജക്റ്റ് ഇരിക്കുന്ന സിയുടെ എഫിന്റെ ഇടയ്ക്കാണ് കേട്ടോ. ഒബ്ജക്റ്റ് ഈസ് ബിറ്റ്വീൻ സി ആൻഡ് എഫ്. ഒബ്ജക്റ്റ് സിയുടെ എഫിന്റെ ഇടയ്ക്കാണെങ്കിൽ ഇമേജ് എവിടെയായിരിക്കും? ആൽബിൻ ജെയ്സൺ, ഇമേജ് എവിടെയായിരിക്കും? ഒബ്ജക്റ്റ് സിയുടെ എഫിന്റെ ഇടയ്ക്കാണെങ്കിൽ ബിയോണ്ട് സി ആയിരിക്കും, എൻലാർജർ ആയിരിക്കും കേട്ടോ. എപ്പോഴും പുറകിലുള്ളതായിരിക്കും വലുത്. ഒരു ഓർത്തിരിക്കുക, അവർ എളുപ്പവഴി പറഞ്ഞു തന്ന പുറകിൽ വരയ്ക്കുന്നതാണ് വലുത്. അതിപ്പോ ഒബ്ജക്റ്റ് പുറകിലിരിക്കുകയാണെങ്കിൽ ഒബ്ജക്റ്റ് ആയിരിക്കും ഇവിടെ ചെറുത്. ഓക്കെ, ഇമേജ് അല്ല, ഒബ്ജക്റ്റ് ആ പുറകിലിരിക്കുന്നെങ്കിൽ അവിടെ ഒബ്ജക്റ്റ് ആയിരിക്കും വലുത്. ഇമേജ് ആ പുറകിലിരിക്കുന്നെങ്കിൽ ഇമേജ് ആ വലുത്. നമ്മുടെ എല്ലാ കേസും നോക്കി അങ്ങനെ വന്നിരിക്കുന്നത്. ഓക്കെ, ആരാണോ പുറകിൽ അതായിരിക്കും വലുത്. അപ്പൊ ഇവിടെ ഹൈറ്റ് കൂടുതലായിരിക്കും ബിയോണ്ട് സി ഇമേജ് വരുമ്പോ. ഓക്കെ, ഇത് ഇമേജ് ആണെന്ന് കാണിക്കാൻ ഞാൻ വേണമെങ്കിൽ കളർ മാറ്റി വരയ്ക്കാം. റെഡിൽ കാണിക്കാം ഇമേജ്. ഓക്കെ, ഇനി മാർക്ക് ചെയ്യാം. ഒബ്ജക്റ്റിന് OB എന്ന് കൊടുത്തു, ഇമേജിന് IM എന്ന് കൊടുത്തു. ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ, സൈസും ഡിസ്റ്റൻസും ഒക്കെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് കൊടുക്കേണ്ടത് 2 സെന്റിമീറ്റർ തന്നെ കൊടുത്തോ, 2 സെന്റിമീറ്റർ. ഇമേജ് ഡിസ്റ്റൻസ് കൊടുക്കേണ്ടത് 4 സെന്റിമീറ്റർ, 4 സെന്റിമീറ്റർ. ഓക്കെ, ഇനി ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ്, മിററിന്റെ പോളിൽ നിന്ന് ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ് കൊടുക്കേണ്ടത് 5 സെന്റിമീറ്റർ. ഓക്കെ, ഇനി മിററിന്റെ പോളിൽ നിന്ന് ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ് കൊടുക്കേണ്ടത് 10 സെന്റിമീറ്റർ. ചെയ്തോ? രണ്ടും വെച്ച് ചെയ്യണമെങ്കിൽ രണ്ടും വെച്ച് ചെയ്തോ കേട്ടോ. ആ ഇക്വേഷൻ ഒക്കെ ഒന്ന് പഠിച്ചോട്ടെ എന്ന് വിചാരിച്ചാ. 2 ഇക്വേഷൻ ചെയ്യാൻ പറ്റിയ 2 ചെയ്തോ. ഇത് കറക്റ്റ് ആണോ ചെക്ക് ചെയ്തോ എപ്പോഴും. അപ്പൊ മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഹൈറ്റിന്റെ റേഷ്യോ മാത്രമല്ല, അത് ഡിസ്റ്റൻസിന്റെയും കൂടി റേഷ്യോ ആണെന്ന് മനസ്സിലാക്കുക. ഹൈറ്റ് ഡബിൾ ആവും,
അതോടുകൂടെ തന്നെ ഡിസ്റ്റൻസിലും ആ വ്യത്യാസം കാണാൻ പറ്റും. ഓക്കെ, ഇത് എല്ലാത്തിലും നോക്കി. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ 3 6 സെക്കൻഡ് കേസിൽ 6 3 കാരണം മാഗ്നിഫിക്കേഷൻ ഹാഫാ, പകുതിയായി. ഓക്കെ, ഇതുപോലെ തേർഡ് ക്വസ്റ്റ്യൻ. അമീൻ ഷാജി ചെയ്ത് കഴിഞ്ഞു, അതോ ഡൗട്ടാണോ? ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, എത്ര കിട്ടിയ അമീനെ? അമീൻ പറഞ്ഞോ. 2 ആണ് കിട്ടിയത്. ഓക്കെ, അമീൻ ഒന്ന് വോയിസ് ഓൺ ചെയ്തേ. M equal to HI by HO. HI എത്ര കിട്ടിയ? HI ഹൈറ്റ് ഓഫ് ദി ഇമേജ് എത്രയാ? ഞാൻ 4 എഴുതൂല, എനിക്ക് സൈൻ കിട്ടിയാലേ ഞാൻ എഴുതുള്ളൂ. നിങ്ങൾ എഴുതുമായിരിക്കും, ഞാൻ സൈൻ ഇല്ലാണ്ട് എഴുതൂല. സൈൻ പറ. പ്ലസ് ആണോ? അത് നേരെയാണ് ഇരിക്കുന്നത്. പ്ലസ് പറയാൻ മൈനസ്. പ്രിൻസിപ്പൽ ആക്സിസിന് താഴേക്ക് മെഷർ ചെയ്താൽ നെഗറ്റീവ്, മറക്കരുത് കേട്ടോ. താഴേക്കാണെങ്കിൽ അത് നെഗറ്റീവ് ആണ്. നെഗറ്റീവ് 4/HO എത്രയാ? ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് 2 സൈൻ. ഓക്കെ, +2. അപ്പൊ എന്ത് വരും അമീനെ? -2. അപ്പൊ നമ്മൾ +2 എഴുതിയാൽ നമ്മുടെ ആൻസർ തെറ്റിപ്പോവും കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കുക. സൈൻ -2. അതുപോലെ തന്നെ ഡിസ്റ്റൻസ് ചെയ്താലും അങ്ങനെ തന്നെയാ. -v/u അല്ലേ? v/u ചെയ്യുമ്പോൾ -10/-5 എന്ന് വരും. അപ്പൊ എന്ത് വരും? 2 വരും. ഒരു സൈൻ അവിടെ കിടക്കുന്നതുകൊണ്ട് -2 എന്ന് തന്നെ വരും. ഒരു നെഗറ്റീവ് സൈൻ കിടക്കുന്നുണ്ട്. സെയിം ആൻസർ തന്നെ കിട്ടും. ഓക്കെ, ഇത് കഴിഞ്ഞോ? ഇനി ആരെങ്കിലും ഇത് എഴുതുന്നുണ്ടോ? കഴിഞ്ഞില്ല എല്ലാരും? കൈബുക്കി ആരെങ്കിലും കഴിയാത്തുണ്ടെങ്കിൽ എനിവൺ കഴിയാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല, എന്നാ ഓർമ്മോടി. പറഞ്ഞോ. -v/u എത്രയാണ്? -2 കിട്ടും. -2 -10/-5 അല്ലേ കിട്ടണേ? അപ്പൊ 2 വരും. ഒരു മൈനസ് ഉണ്ടല്ലോ, അതിന് മുന്നേ ഒരു മൈനസ് കിടക്കണ്ടല്ലോ. അതിന് മുന്നേ ഒരു മൈനസ് ഇല്ലേ? മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആവും. അല്ല സോറി, മൈനസ് പ്ലസ് അല്ലേ കിടക്കുന്നത്, കിട്ടുന്ന പ്ലസ് അല്ലേ? -10/-5 ചെയ്യുമ്പോ 2 അല്ല കിട്ടുന്നത്, 2. അതിന് പുറത്തൊരു മൈനസ് കിടക്കണ്ടല്ലോ. അപ്പൊ മൈനസ് ഓഫ് +2 ആണ്. മൈനസ് +2 അടുത്ത് വന്ന മൈനസ് ആണ്. -2. ഓക്കെ, ഡിസ്റ്റൻസ് വെച്ച് ചെയ്താലും നിങ്ങൾക്ക് സെയിം ആയിട്ട് കിട്ടും. ഓക്കെ, ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ. ഫോർത്ത് വൺ വീണ്ടും ഒരു കോൺകേവ് മിറർ. കോൺകേവ് മിറർ ചെയ്യുന്നത്, കാരണം കോൺവെക്സിൽ ഓൾറെഡി ഒരു കേസ് ഉള്ളൂ, അത് നമ്മൾ പറഞ്ഞു. കോൺകേവ് തന്നെ വരട്ടെ. കോൺകേവ് പ്രിൻസിപ്പൽ ആക്സിസ് വരയ്ക്കുക. സെന്റർ ഓഫ് കർവേച്ചർ, ഫോക്കസ് മാർക്ക് ചെയ്യുക. ബിയോണ്ട് സി ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്യുക. ബിയോണ്ട് സി ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്ത ഇമേജ് എവിടെയായിരിക്കും ആഫിയ? ബിയോണ്ട് സി ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞ ഇമേജ് എവിടെയായിരിക്കും കോൺകേവ് മിററിന്റെ? അഫിയ പറഞ്ഞോ. ബിറ്റ്വീൻ F and C ചെറുതായിരിക്കും, ഡിമിനിഷ്ഡ് ആയിരിക്കും കേട്ടോ. ഡിമിനിഷ്ഡ് തിരിച്ചറിയാൻ വേണ്ടി ഇവിടെ OB എന്ന് കൊടുക്കുക, ഇവിടെ IM എന്ന് കൊടുക്കുക. IM OB. OBയുടെ ഹൈറ്റ്, ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് തന്നിട്ടുണ്ട് 2 സെന്റിമീറ്റർ. അല്ല, ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് ഇവിടെ 4 സെന്റിമീറ്റർ. ഇമേജിന്റെ ഹൈറ്റ്. ഇതിന്റെ മാഗ്നിഫിക്കേഷൻ ചെയ്യാണ്ട് ആ വാല്യൂ ഒന്ന് പറയാവോ? സൈൻ വേണ്ട, വാല്യൂ ഒന്ന് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? ഇതിന്റെ ചെയ്ത് നോക്കാണ്ട് ഇതിന്റെ വാല്യൂ എത്ര കിട്ടുമെന്ന് ആർക്ക് പറയാം? ഒന്ന് നോക്കട്ടെ, ഇത് കോൺസെപ്റ്റ് വല്ലതും മനസ്സിലായിട്ടാണ്. ഇത് ചെയ്ത് നോക്കാണ്ട് ഈ മാഗ്നിഫിക്കേഷന്റെ വാല്യൂ എത്രയാന്ന് എത്ര പേർക്ക് പറയാൻ പറ്റും? ഈ ഇമേജും ഒബ്ജക്റ്റും കണ്ടിട്ട്. ഓക്കെ, അതിന്റെ ഷാരൂഖിനും ഷാനൊന്നും പറയാൻ പറ്റില്ല. റെഹാനും ഗൗരിക്ക് പറയാം. ഗൗരി കൈയൊക്കെ ഉണ്ട്. ഓക്കെ, അതൊന്ന് പറഞ്ഞു കൊടുത്തേ. അമ്ന അതൊന്ന് പറഞ്ഞു കൊടുത്തേ. എത്രയായിരിക്കും? എത്ര? 2 ആണോ? 2 ആണെങ്കിൽ ഇമേജ് ഡബിൾ സൈസ് ആയി അതിന്റെ അർത്ഥം. ഹാഫ്. ചെയ്തു നോക്കോ. M equal to HI. എപ്പോഴും ശ്രദ്ധിക്കുക, ഇമേജ് നോക്കിയാൽ മതി. ഇമേജിന്റെ ഹൈറ്റ് നമ്മൾ ഇമേജ് എത്ര വലുതായെന്നാ നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോ 4/2 ഹൈറ്റ് ഓഫ് ദി ഇമേജ്. ആരാ പറയാ? റുഫൈദ ഒന്ന് പറഞ്ഞേ. റുഫൈദ, ഹൈറ്റ് ഓഫ് ദി ഇമേജ് എത്രയാ? ഹൈറ്റ് ഓഫ് ദി ഇമേജ് റുഫൈദ വോയിസ് ഓൺ ചെയ്തോ. നെഗറ്റീവ് ഹൈറ്റ് ഓഫ് ദി ഇമേജ് എത്രയാ? ഇമേജിന്റെ ഹൈറ്റ്
2. ഞാൻ 2 എഴുതില്ല, എനിക്ക് പോസിറ്റീവ് നെഗറ്റീവ് എന്ന് അറിയണം, എന്നാലും ഞാൻ എഴുതുള്ളൂ. നെഗറ്റീവ് 2 ഡിവൈഡഡ് ബൈ ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് പോസിറ്റീവ് 4. അപ്പൊ ആൻസർ എത്ര കിട്ടും? -1/2. സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോ. ഇല്ല, ഓക്കെ, ഇത് ക്ലിയർ ആക്കി പൊക്കോളണം കേട്ടോ. ഇനി മാഗ്നിഫിക്കേഷന്റെ പ്രോബ്ലം വരുന്നത്. അപ്പൊ പ്രോബ്ലത്തിൽ നിന്ന് എന്തെങ്കിലും മനസ്സിലാവണ്ടേ? പ്രോബ്ലം വായിക്കുമ്പോ എന്തെങ്കിലും മനസ്സിലാവണ്ടേ? ഓക്കെ, ഇത് ക്ലിയർ ആണല്ലോ. ദാ ലാസ്റ്റ് വൺ തീർന്നു. ഒരെണ്ണം കൂടി കോൺകേവ് തന്നെ കേട്ടോ, കോൺകേവ് തന്നെ, ഒരു കോൺകേവ് മിറർ. ഇനി V/U ചെയ്താൽ സെയിം ആൻസർ കേട്ടോ. നെഗറ്റീവ് V/U ചെയ്യണവർക്കും സെയിം ആൻസർ തന്നെ കിട്ടും, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. വീണ്ടും ഒരു കോൺകേവ് മിറർ, ഒബ്ജക്റ്റ് ഇരിക്കുന്നത് സിയിലാണ്. ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് അറ്റ് സി. ഒബ്ജക്റ്റ് ഇരിക്കുന്നത് സിയിലാണ്. സിയിൽ ഒബ്ജക്റ്റ് വെച്ച് എവിടെയായിരിക്കും ഇമേജ് ഫോം ചെയ്യുക? ഹയ സി തന്നെ ഇമേജ് ഫോം ചെയ്യും. അപ്പൊ പിന്നെ ഏതെങ്കിലും ഒരു ഡിസ്റ്റൻസ് തന്നാ മതിയല്ലോ അല്ലെ? ഓക്കെ, അപ്പൊ ഈ ഡിസ്റ്റൻസ് 4 സെന്റിമീറ്റർ. 4 സെന്റിമീറ്റർ. ഹൈറ്റ് 2 സെന്റിമീറ്റർ വീതം. ഇതിന്റെ ഹൈറ്റ് 2 സെന്റിമീറ്റർ, ഇതിന്റെ ഹൈറ്റും 2 സെന്റിമീറ്റർ. ഓക്കെ, ചെയ്തോ. മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിച്ച് കഴിഞ്ഞവര് കൈ പൊക്കിക്കോ. ഓക്കെ, കണ്ടു കൈതാ മതി. എത്ര ഇർഫാൻ ഷംസുദ്ദീനെ മാഗ്നിഫിക്കേഷൻ എത്ര കിട്ടിയേ? -1. -1 HI/HO അല്ലെ? HI എത്രയാ? HI -2. -2. എന്താ മൈനസ് എടുത്തേ? അത് താഴത്തേക്കാണ്. മിടുക്കൻ. ഒബ്ജക്റ്റ് ഹൈറ്റ് 2 + 2. 2 ആണ്. കാരണം എന്താ പ്ലസ് ആവാൻ കാരണം എന്താ? അത് മേളിലാ. ഓക്കെ, ഇനി ആൻസർ -1. ഓക്കെ, ഓക്കെ. ഇപ്പൊ നിങ്ങൾ 5 ഫിഗർ വരച്ചിട്ടുണ്ടല്ലേ? ഈ 5 ഫിഗർ ഞാൻ ചുമ്മാ വരപ്പിച്ചല്ല. മാഗ്നിഫിക്കേഷന് നമ്മൾ സൈസ് മാത്രമല്ലാണ്ട് വേറെ കുറെ കാര്യങ്ങൾ കൂടി മാഗ്നിഫിക്കേഷൻ തന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നിങ്ങൾ 5 കേസും ഒന്ന് നോക്കി. നിങ്ങൾ നിങ്ങളുടെ ബുക്കിൽ വരച്ചിരിക്കുന്ന 5 കേസ് നോക്കുക. എന്നിട്ട് മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് വന്ന കേസിലും നെഗറ്റീവ് വന്ന കേസിലും എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ നോക്കി. 5 നോക്കുക. മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് വന്നപ്പോഴും മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് വന്നപ്പോഴും എന്തെങ്കിലും വ്യത്യാസം തോന്നിയോ നോക്കി, ചെക്ക് ചെയ്തേ. ആർക്കെങ്കിലും തോന്നിയെങ്കിൽ ഒന്ന് കൈപൊക്കാവോ. മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് വന്ന കേസ് നോക്കുക, മാഗ്നിഫിക്കേഷന്റെ വാല്യൂ നെഗറ്റീവ് വന്ന കേസ് നോക്കുക. എന്നിട്ട് ഇമേജിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ നോക്കിയാൽ മതി. അതിലെ ഇമേജുകൾക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? പോസിറ്റീവ് വന്നപ്പോൾ ഉള്ള കേസിലുള്ളതും നെഗറ്റീവ് വന്നപ്പോൾ ഉള്ള കേസിലുള്ളതും. അല്ലമീൻ കിട്ടിയ? അല്ലമീന് മനസ്സിലായ? അല്ലമീൻ കൈവെക്കുന്നതാണോ? അല്ലമീൻ ഓക്കെ, പറഞ്ഞോ അല്ലമീനെ, പറഞ്ഞോ. ഫസ്റ്റിനെ കൈവെക്കുന്നു, പറഞ്ഞോ. ഓക്കെ, മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് വന്ന കേസില് ഇമേജിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടായിരുന്നോ? എന്താ പ്രത്യേകത? അതിനൊരു പേരുണ്ട്, മിററിന്റെ പുറകെ പോകുന്ന ഇമേജിന്. ആരാ ഒന്ന് പറഞ്ഞു കൊടുക്ക, പേരെന്താ? മിററിന്റെ പുറകെ പോകുന്ന ഇമേജിന് ഒരു പേര് പറയും. പറഞ്ഞോ. വിർച്വൽ. റൈറ്റ്. വിർച്വൽ, അബ്സല്യൂട്ട്ലി. വിർച്വൽ ഇമേജ് എന്ന് പറയും അല്ലെ? അതായത് M പോസിറ്റീവ് ആയപ്പോ നമുക്ക് കിട്ടിയ ഇമേജ് എന്തായിരുന്നു? വിർച്വൽ ആയിരുന്നു. ഇനിയുണ്ട് കേട്ടോ, ഇനിയുണ്ട്. എമ്മിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് പറഞ്ഞുതരാം. അപ്പോ മാഗ്നിഫിക്കേഷന്റെ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ നിങ്ങൾ ഒന്നും ചിന്തിക്കണ്ട, അത് വിർച്വൽ ഇമേജ്. അത് മാഗ്നിഫിക്കേഷൻ, അതാണ് ഞാൻ പറഞ്ഞത്, സയൻസ് ശ്രദ്ധിക്കണം. ഇപ്പൊ മാഗ്നിഫിക്കേഷൻ +2 എന്ന് തന്ന അവിടെ അത് വിർച്വൽ ആണ്, അത് റിയൽ അല്ല. ഓക്കെ, വിർച്വൽ ആണ്, ഇറക്റ്റ് ആണ്. വിർച്വൽ ഇമേജസ് ഇറക്റ്റ് ആണ്, റിയൽ ഇമേജ് ഇൻവേർട്ടഡ് ആണ്. അത് നിങ്ങൾ പഠിച്ചിരിക്കുന്നതാണ്. നിങ്ങൾ അത് ചെയ്ത് കണ്ടതുമാണ്. അപ്പൊ മാറിപ്പോരുത് കേട്ടാ.
ചെയ്യാത്ത കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ മാറിപ്പോ അവര് ചിലപ്പോൾ എഴുതി വെക്കും റിയൽ ഇറക്റ്റ്. നിങ്ങൾ എഴുതാൻ പാടില്ല, കാരണം നിങ്ങൾ ആ സ്ക്രീനിൽ ക്യാൻഡിൽ തല തിരിഞ്ഞിരിക്കുന്ന കണ്ടതാ. ഒരിക്കൽ പോലും നിങ്ങൾക്ക് ക്യാൻഡിൽ നേരെ സ്ക്രീനിൽ കിട്ടിയിട്ടില്ല. അപ്പൊ റിയൽ ഇമേജസ് ആർ ഓൾവേസ് ഇൻവേർട്ടഡ്. അപ്പൊ അതിന്റെ കൂടെ അതുകൂടെ മനസ്സിലാക്കാം. ഇനി മാഗ്നിഫിക്കേഷന്റെ വാല്യൂ നെഗറ്റീവ് വന്നപ്പോ നോക്കിയ പിള്ളേരെ, മാഗ്നിഫിക്കേഷന്റെ വാല്യൂ നെഗറ്റീവ് വന്നപ്പോ നോക്കി എന്താ പ്രത്യേകത? ഇനിയിപ്പോ പറയേണ്ട അറിയാം. മാഗ്നിഫിക്കേഷൻ പറഞ്ഞു, ഒരാൾ വോയിസ് ഓൺ ചെയ്ത് പറഞ്ഞോ. മാഗ്നിഫിക്കേഷന്റെ വാല്യൂ നെഗറ്റീവ് വന്ന കേസ് നോക്ക്, പറഞ്ഞോളൂ. പറഞ്ഞു, ഒരാൾ പറഞ്ഞു, ഒരാൾ റിയൽ ആയിരുന്നു അല്ലെ? യെസ്, റൈറ്റ്. മാഗ്നിഫിക്കേഷന്റെ വാല്യൂ നെഗറ്റീവ് വന്നപ്പോ ഇമേജ് റിയൽ ആണ്. കണ്ടാ, മാഗ്നിഫിക്കേഷന്റെ സൈൻ ചെയ്ത് തന്നെ അതിന്റെ നേച്ചർ കിട്ടി. ഓക്കെ, അതാ പറഞ്ഞ മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞ ഒരു മാജിക് നമ്പർ ആണ് കേട്ടാ. അതുകൊണ്ട് അതിനെ വെറുതെ തള്ളിക്കളയരുത് കേട്ടാ. ഓക്കെ, വെറുതെ +2 +3 എന്ന് എഴുതിയിരിക്കുന്നതല്ല, അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ തന്നെ കണ്ടില്ലേ. സൈസ് കിട്ടി, അതോടൊപ്പം തന്നെ അതിന്റെ നേച്ചർ. ഇനി സൈസുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് പറയാം കേട്ടാ. മാഗ്നിഫിക്കേഷന്റെ വാല്യൂ 1 കിട്ടിയപ്പോ നിങ്ങൾ നോക്കിയ മാഗ്നിഫിക്കേഷന്റെ വാല്യൂ 1 ആയിരുന്നപ്പോ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ നോക്കി. മാഗ്നിഫിക്കേഷന്റെ വാല്യൂ 1 ആവുമ്പോ സൈസ് വെച്ച് പറഞ്ഞാൽ മതി. M1 ആണെങ്കിൽ ഹൈറ്റ് ഓഫ് ദി ഇമേജും ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റും തമ്മിലുള്ള ബന്ധം എന്തായിരിക്കും? M1 ആണെങ്കിൽ. ഇർഫാൻ ഷംസുദ്ദീൻ അഗൈൻ പറഞ്ഞോ. സെയിം സൈസ് ആയിരിക്കും. സെയിം സൈസ്, മിടുക്കൻ. അപ്പൊ എവിടെയെങ്കിലും ഇനി മാഗ്നിഫിക്കേഷൻ 1 എന്ന് കണ്ടു കഴിഞ്ഞാൽ എന്തെന്ന് എഴുതിക്കൊള്ളണം? സൈസ് സെയിം ആണ്. ഓക്കെ, മാഗ്നിഫിക്കേഷൻ 1 ആണെങ്കിൽ അതിനർത്ഥം ഒബ്ജക്റ്റിന്റെ സൈസും ഇമേജിന്റെ സൈസും സെയിം ആണെന്നാണ്. അടുത്തത് കൂടുതൽ പേർക്ക് കൈവെക്കണം, കൂടുതൽ പേര് കൈവെക്കണം കേട്ടോ. മാഗ്നിഫിക്കേഷന്റെ വാല്യൂ 1ൽ താഴെയാണ്. നിങ്ങൾ അതിൽ നോക്കിയാൽ മതി. നിങ്ങൾ വരച്ചിരിക്കുന്ന മാഗ്നിഫിക്കേഷന്റെ വാല്യൂ 1ൽ താഴെയാണെന്നപ്പോ നോക്കിയേ, ഹൈറ്റ് ഓഫ് ദി ഇമേജും ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റും തമ്മിലുള്ള ബന്ധം എന്താ നോക്കി. ഏതാ വലുതെന്ന് നോക്കിയാൽ മതി. മാഗ്നിഫിക്കേഷന്റെ വാല്യൂ 1ലും താഴെയായിരുന്നപ്പോ അത് നിങ്ങൾക്ക് അറിയാലോ ഓൾറെഡി. മാഗ്നിഫിക്കേഷന്റെ വാല്യൂ 1ലും താഴെയാണ്. ഇപ്പൊ 1/2 1/3 എന്നൊക്കെ കിട്ടിയ ഏതായിരിക്കും വലുതെന്നാ ചോദ്യം. ഓക്കെ, പറഞ്ഞോ അമാനെ, പറഞ്ഞോ. ഇമേജിന്റെ ഒബ്ജക്റ്റ് ഇമേജിന്റെ ഹൈറ്റ് ഒബ്ജക്റ്റിന്റെ ഹൈറ്റിനേക്കാളും ചെറുതായിരിക്കും. മിടുക്കൻ. ഇമേജിന്റെ ഹൈറ്റ് ഒബ്ജക്റ്റിന്റെ ഹൈറ്റിനേക്കാളും ചെറുതായിരിക്കും. വാ വിളിച്ച് ഒബ്ജക്റ്റിന്റെ നേരെ ഇരിക്കണം കേട്ടോ. വലിയ ആൾക്കാരുടെ നേരെയല്ല നമ്മൾ വാ വിളിച്ചിരിക്കുക കേട്ടോ. അപ്പൊ തിരിഞ്ഞ് HOടെ നേരെ ഇരുന്നോളൂ. HO ഗ്രേറ്റർ ദാൻ സിമ്പിൾ അറിയില്ലാത്തവർക്ക് വേണ്ടി പറഞ്ഞു. ഓക്കെ, ഇനി അടുത്തത് എമ്മിന്റെ വാല്യൂ 1ലും കൂടുതലായാൽ നോക്കിക്കോ. എമ്മിന്റെ വാല്യൂ 1ലും കൂടുതലായി കഴിഞ്ഞാൽ എങ്ങനെയാ നോക്കിക്കോ. എന്തായിരിക്കും ഹൈറ്റ് ഓഫ് ദി ഇമേജ്? ഒരാൾ വോയിസ് ഓൺ ചെയ്ത് പറഞ്ഞോ. ഇമേജിന്റെ ഹൈറ്റ് കൂടുതലായിരിക്കും. ഇമേജിന്റെ ഹൈറ്റ് ഒബ്ജക്റ്റിന്റെ ഹൈറ്റിനേക്കാളും വലുതായിരിക്കും. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക കേട്ടോ. ഒരു ബോക്സിൽ വരച്ചു വെച്ചോ. അപ്പൊ M പോസിറ്റീവ് ആണെങ്കിൽ അത് വിർച്വൽ ആയിരിക്കും. M നെഗറ്റീവ് ആണെങ്കിൽ റിയൽ ആയിരിക്കും. M1 ആണെങ്കിൽ സെയിം സൈസ് ആയിരിക്കും. എമ്മിന്റെ വാല്യൂ 1ലും താഴെയാണെങ്കിൽ ഡിമിനിഷ്ഡ് ഇമേജ് ആയിരിക്കും. എമ്മിന്റെ വാല്യൂ 1ലും കൂടുതലാണെങ്കിൽ എൻലാർജ്ഡ് ഇമേജ് ആയിരിക്കും. ഓക്കെ, കഴിഞ്ഞല്ലോ. ഇനി നമുക്ക് പ്രോബ്ലം ചെയ്യാം. ഓക്കെ, പ്രോബ്ലം ഇനിയാണ് കളികൾ തുടങ്ങാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, പ്രോബ്ലം ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കട്ടെ കേട്ടോ. 5/-8 + 3/-7 ഇത് ചെയ്യാറില്ലാത്ത എത്ര പേരുണ്ട്? ആത്മാർത്ഥമായിട്ട് പറയണം കേട്ടോ. ഇത് ചെയ്യാറില്ലാത്തൊരു കൈവെക്കും. ഇങ്ങനെ ഒരു ഫ്രാക്ഷൻ തന്നാൽ എനിക്കറിയില്ല എന്ന് ആത്മാർത്ഥമായിട്ട് പറയാൻ പറ്റുന്ന എത്ര പേര് ഇതിനകത്തുണ്ട്? ഒന്ന് കൈവെക്കും, ഒന്ന് കാണട്ടെ. ഞാൻ പറഞ്ഞില്ല, എനിക്ക് വലിയ എക്സ്പെക്ടേഷൻ ഇല്ല. നിങ്ങൾ പേടിക്കണ്ട അതോർത്ത് കേട്ടാ. ഞാൻ എല്ലാരും കൈവെക്കുമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ അതോർത്ത് പേടിക്കണ്ട. കൈവെക്കിക്കോ. ഒരു 70% ഒക്കെ എപ്പോഴും കൈവെക്കാറുണ്ട്. അതുകൊണ്ട് ചോദിച്ചേ. ഈ ക്ലാസ്സിൽ കുഴപ്പമില്ല, എല്ലാവർക്കും അറിയാം. അപ്പൊ പിന്നെ എനിക്ക് ആ ഒരു ലെവലിൽ പഠിപ്പിച്ചു പോവാലോ. ഇല്ല, എന്നാലും ഒരു 10-17 പേര് അല്ലേ? ഓക്കെ. ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോ. അതിന് കൈതാത്തിക്കും. ഇനി ആരെങ്കിലും ഉണ്ട്? കാരണം ഇനി മേലെ ഒരു സാർ നിങ്ങളോട് ചിലപ്പോൾ ചോദിച്ചു എന്ന് വരില്ല. നിങ്ങൾക്ക് കൂട്ടാനും കുറയ്ക്കാനും അറിയാവോ, മൾട്ടിപ്ലൈ ചെയ്യാൻ അറിയാവുന്ന ഒരു സാറും ഇനി ചോദിച്ചു എന്ന് വരില്ല. +2ലോ +1ലോ ഡിഗ്രിയിലൊന്നും. ഇപ്പോഴായിരിക്കും ഞാനായിരിക്കും ചിലപ്പോൾ ലാസ്റ്റ് ചോദിക്കുന്നത്. അതുകൊണ്ട് ഒരു അവസരമാണ്. കൈവെക്കിക്കോ. ഇല്ല, അങ്ങനെ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കാം കേട്ടോ. ഞാൻ അഡീഷൻ തൊട്ട് പറഞ്ഞു തരാം, ശ്രദ്ധിച്ച് കേൾക്കുക. അഡീഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അതുപോലെ ഫ്രാക്ഷൻ ആഡ് ചെയ്യുന്ന എങ്ങനെ, ഈ 3 കാര്യങ്ങൾ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചോ. ഓക്കെ,
3 റൂളാണ് അഡീഷൻ ഓർ സബ്സ്ട്രാക്ഷൻ വന്ന. അഡീഷനോ സബ്സ്ട്രാക്ഷനോ വേണ്ടിയിട്ട് 3 കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക. ഒന്ന്, സെയിം സൈൻ ആണെങ്കിൽ, ഇപ്പൊ 5 + 8 എന്ന് കണ്ട നിങ്ങൾ എന്താ ചെയ്യുക? 5 + 8, ഇവിടെ ഒരു പോസിറ്റീവ് ഉണ്ടല്ലോ, രണ്ട് സെയിം സൈനാ. ഈ 2 നമ്പർ അടുത്തടുത്ത് വന്ന് നിങ്ങൾ ആഡ് ചെയ്യുവാണ് ചെയ്യുക, സബ്സ്ട്രാക്ട് ചെയ്യുവാണ് ചെയ്യുക? എന്ത് ചെയ്യും? ആഡ് ചെയ്യും. ഉറപ്പാണല്ലോ? ഈ 2 നമ്പർ ഇവിടെ ശ്രദ്ധിച്ചു എന്നിട്ട് എഴുതിയാൽ മതി. ഈ 2 നമ്പർ അടുത്തടുത്ത് വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? അഡീഷൻ ആണ് ചെയ്യുന്നത്. ഇനി ഒരേ സൈനുള്ള മറ്റ് ഈ 2 നമ്പർ അടുത്തടുത്ത് വന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ആഡ് ചെയ്തിട്ട് നെഗറ്റീവ് ഇടും. ആഡ് ചെയ്യും അല്ലെ? ഇവിടെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ആഡ് ചെയ്യണം. അപ്പൊ സെയിം സൈൻ ആണെങ്കിൽ ആ സൈൻ ഏതാന്ന് പോലും നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ ആഡ് ചെയ്തോ, ധൈര്യമായിട്ട് ആഡ് ചെയ്തോ കേട്ടോ, ഞാനുണ്ട് കൂടെ കേട്ടോ. ഓക്കെ, അപ്പൊ സെയിം സൈൻ ആണെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്തോ. എപ്പോഴും അഡീഷണൽ സബ്സ്ട്രാക്ഷൻ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, സൈൻ എപ്പോഴും ഹയർ നമ്പറിന്റെ ആയിരിക്കും. വലിയ ലാർജർ നമ്പറിന്റെ സൈനെ നിങ്ങൾ എപ്പോഴും ഇട്ട് കൊടുക്കാവുള്ളൂ. ഇവിടെ ഏതാ ലാർജർ നമ്പർ? 8 ആണോ 5 ആണോ? ഇവിടെ പിന്നെ കോമൺ ആയതുകൊണ്ട് ഏതിട്ടാലും കുഴപ്പമില്ല. 8 ആണ് അല്ലെ? അപ്പൊ 8ന്റെ സൈൻ വരും. അപ്പൊ ഇവിടെ -13 വരും, ഇവിടെ 13 വരും. കണ്ട, രണ്ടിടത്തും ചെയ്യുന്ന അഡീഷൻ തന്നെയാണ്. ഓക്കെ, റൂൾ നമ്പർ 1 ഇതാണ്. സെയിം സൈൻ ആണെങ്കിൽ ആഡ് ചെയ്തോ. ഇനി ഡിഫറന്റ് സൈൻ ആണെങ്കിൽ ശ്രദ്ധിച്ചോ, ഡിഫറന്റ് സൈൻ ആണ്. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ 8 - 5 എന്നാണെങ്കിൽ, 8 - 5 എന്നാണെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്യോ സബ്സ്ട്രാക്ട് ചെയ്യോ? അമാനെ, ആഡ് ചെയ്യോ സബ്സ്ട്രാക്ട് ചെയ്യോ? സബ്സ്ട്രാക്ട് ചെയ്യും അല്ലെ? പിന്നെ വലുതിന്റെ സൈൻ 8 പോസിറ്റീവ് ആണ്, നോക്കേണ്ട കാര്യമില്ല. ഇതുപോലെ തന്നെയാണ് ഇത് തിരിഞ്ഞു വന്നാലും. -5 + 8 എന്ന് കണ്ടാലും ഡിഫറന്റ് സൈൻ ആയതുകൊണ്ട് നിങ്ങൾ അത് സബ്സ്ട്രാക്ട് ചെയ്തോളണം. അപ്പൊ എന്ത് വരും? 3 വരും. ഓക്കെ, വലിയ നമ്പർ ഏതാണ്? 8. 8ന്റെ സൈൻ തന്നെ വരും. ഓക്കെ, അപ്പൊ ഡിഫറന്റ് സൈൻ ആണെങ്കിൽ നിങ്ങൾ സബ്സ്ട്രാക്ട് ചെയ്തോളണം, സെയിം സൈൻ ആണെങ്കിൽ ആഡ് ചെയ്തോളണം. ഇതാണ് രണ്ടാമത്തെ റൂള്. മൂന്നാമത്തെ റൂളാണ് എപ്പോഴും സൈൻ ഇട്ട് കൊടുക്കേണ്ടത് വലിയ നമ്പറിന്റെ ആയിരിക്കും. ഓക്കെ, ഇനി അത് വേണമെങ്കിൽ ഒന്ന് എഴുതി വെച്ചു സൈഡിൽ എവിടെയെങ്കിലും. നിങ്ങളുടെ ബുക്കല്ല, അതിൽ നാണക്കേടൊന്നും വിചാരിക്കണ്ട കേട്ടാ. സെയിം സൈൻ ആണെങ്കിൽ എന്ത് ചെയ്തോളണം? ആഡ് ചെയ്തോളണം. സെയിം സൈൻ ആണെങ്കിൽ അഡീഷൻ. ഇനി സൈൻ ഡിഫറന്റ് ആണെങ്കിൽ സബ്സ്ട്രാക്ഷൻ. ഓക്കെ, ആൻസറിന്റെ സൈൻ എന്ന് പറയുന്നത്, ആൻസറിന്റെ സൈൻ എവിടെയാ നോക്കണ്ടേ? അതിനകത്ത് ഹയർ വാല്യൂ ഏതാണ് അതിന്റെ സൈൻ കേട്ടോ. അതിനകത്തെ ഹയർ വാല്യൂയുടെ സൈൻ ആണ് ആൻസറിന്റെ സൈൻ ആയിട്ട് ഇട്ട് കൊടുക്കണം. അതായത് നമ്മൾ ഫൈനൽ ആൻസറിൽ ഏത് സൈൻ ഇടണം തീരുമാനിക്കുന്നത് അതിൽ ഏതാണോ ഹയർ വാല്യൂ അതിന്റെയാണ്. അത് എപ്പോഴും അങ്ങനെയാണ്. ഓക്കെ, അഡീഷൻ സബ്സ്ട്രാക്ഷനിലും ഒക്കെ അങ്ങനെ തന്നെയാണ്. ഈ 3 കാര്യങ്ങൾ പഠിച്ചു വെച്ചാൽ ആ ഒരു പോർഷൻ ക്ലിയർ ആയി. ഇനി മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ആണ്. ഇത് കഴിഞ്ഞാ മനസ്സിലായല്ലോ? ഇനി മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ചെയ്യുമ്പോ കഴിഞ്ഞോ? ഇവിടെ നോക്കോ, സെയിം റൂളാണ്. മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും സെയിം റൂളാണ്. മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് അവിടെ കൺഫ്യൂഷൻ ഇല്ല അല്ലെ? 5 × 3 എന്ന് കണ്ട അവിടെ പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്യേണ്ടത്, അവിടെ ഡിവിഷൻ അല്ല. അതുകൊണ്ട് ആ കാര്യത്തിൽ കൺഫ്യൂഷൻ ഇല്ല. നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാൻ ചാൻസ് സൈൻ ആണ്. ഓക്കെ, ഇപ്പോ പോസിറ്റീവ് നമ്പറും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് എന്തായിരിക്കും ആൻസർ? പോസിറ്റീവ് ആണെങ്കിൽ എന്തായിരിക്കും ആൻസർ? മൾട്ടിപ്ലൈ ചെയ്താ ആർക്ക് പറയാം? സിമ്പിൾ അല്ലേ? എന്തായിരിക്കും ആൻസർ? പോസിറ്റീവ് ആയിരിക്കും അല്ലെ? പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും. നെഗറ്റീവ് ആണെങ്കിലോ പോസിറ്റീവ് ആയിരിക്കും. അപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ എപ്പോഴും ഈ നെഗറ്റീവ് വരണേ? നെഗറ്റീവും പോസിറ്റീവും വരുമ്പോഴാണ് നെഗറ്റീവ് വരുന്നത്. ഓക്കെ, ഇത് ഞാൻ പിള്ളേർക്ക് ഇച്ചിരി എന്താ പറയാ ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു പൊട്ടത്തരം പറഞ്ഞു കൊടുക്കാറുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞു തന്നേക്കാം, ആവശ്യമുള്ളവർ എടുത്തേക്കാം, ബാക്കിയുള്ളവർ ലീവ് ചെയ്തേക്കാം, ഒരു കുഴപ്പമില്ല കേട്ടോ. വേറെ ഒന്നുമില്ല, ഇത് ആൺകുട്ടികളാണ് കേട്ടോ. ഇതൊരു ആൺകുട്ടിയാണ്. 2 ആൺകുട്ടികൾ പോകുമ്പോൾ ആൾക്കാർ പോസിറ്റീവ് പറയുവാണ്. 2 പെൺകുട്ടികൾ നടന്നു പോകുമ്പോഴും ആൾക്കാർ പോസിറ്റീവ് പറയാണ്. ആൺകുട്ടി ഒരു പെൺകുട്ടി നടന്നു പോകുമ്പോൾ ആൾക്കാർ വെറുതെ ആവശ്യമില്ലാണ്ട് നെഗറ്റീവ് പറയും. ഓക്കെ, വെറുതെ വേണമെങ്കിൽ ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടി ഒന്ന് നോട്ട് ചെയ്യൊന്നും വേണ്ട കേട്ടോ. ഓക്കെ, ഞാൻ മാത്സ് അധ്യാപകരോടൊക്കെ ക്ഷമ ചോദിച്ചിട്ടാണ് ഇത് പറയുന്നത്. ഓക്കെ, കഴിഞ്ഞല്ലോ. ഇത്രയാണ് മൾട്ടിപ്ലിക്കേഷനുള്ളൂ. പോസിറ്റീവ്, നെഗറ്റീവും പോസിറ്റീവും നെഗറ്റീവും മൾട്ടിപ്ലൈ ചെയ്ത ആൻസർ നെഗറ്റീവ് ഇട്ടോളണം കേട്ടോ. അത് ഡിവിഷനിലും സെയിം ആ. അതുകൊണ്ടാണ് പലയിടത്തും നമ്മളിപ്പോ ചെയ്തില്ലേ, മാഗ്നിഫിക്കേഷൻ ചെയ്തപ്പോൾ മുകളിൽ പോസിറ്റീവ് താഴെ നെഗറ്റീവ് വന്നപ്പോൾ ആൻസറിൽ എന്താവും? നെഗറ്റീവ് ആവും. ഇനി 2 സൈനുകൾ അടുത്തടുത്ത് വരൂലേ? 2 സൈൻ അടുത്തടുത്ത് ഇപ്പൊ നിങ്ങൾക്ക് വന്നില്ലായിരുന്നോ? നെഗറ്റീവ് പോസിറ്റീവ് അങ്ങനെ വന്നാലും ഇതേ റൂള് തന്നെ, സെയിം റൂള് തന്നെ ചെയ്യേണ്ടത്. ആ സൈനുകൾ തമ്മിൽ ഇങ്ങനെ 2 നെഗറ്റീവ് അടുത്തടുത്താണെങ്കിൽ അതിനെ വെട്ടിക്കോ, പോസിറ്റീവ് ആക്കിക്കോ, ഒരു കുഴപ്പമില്ല. 2 പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ആക്കിക്കോ, ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവ് ആണെങ്കിൽ അതിനെ നെഗറ്റീവ് ആക്കിക്കോ.
അടുത്തതാണ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ കേട്ടോ. അതും കൂടെ പറയാം, എന്നിട്ട് നമുക്ക് പ്രോബ്ലം പോവാം. ഇവിടെ ശ്രദ്ധിച്ചോ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ നമുക്കൊരു പണി ചെയ്യാം. ഇത് പ്രോബ്ലം ചെയ്തുകൊണ്ട് ചെയ്യാം കേട്ടോ, അതായിരിക്കും നല്ലത്. പ്രോബ്ലം ചെയ്തുകൊണ്ട് ചെയ്യാം. അപ്പൊ ആദ്യം തന്നെ ക്വസ്റ്റ്യൻ ഒന്ന് എഴുതിയെടുത്തോ. ഇനി ക്വസ്റ്റ്യൻ ഇപ്പൊ അഡീഷൻ, സബ്സ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷനും ക്ലിയർ ആണല്ലോ. ഇനി ക്വസ്റ്റ്യൻ എഴുതിയെടുത്തോ. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ പറഞ്ഞുതരാം, ചെയ്തോ. ബിലാൽ എന്താ തലയ്ക്ക് കൈയൊക്കെ വെച്ചെടുത്തേക്കണേ? ഈ പുള്ളി എപ്പം നിർത്തും നോക്കുന്നതാണോ? ക്വസ്റ്റ്യനിലെ എല്ലാ പോയിന്റും ശ്രദ്ധിച്ചോളണം കേട്ടോ. ഞാൻ പറയുന്നതാണ്, ക്വസ്റ്റ്യനില് പറയുന്ന ചിലപ്പോ ഒരു വാക്കായിരിക്കും, അതിൽ നിന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനുണ്ടാവും, ചിലപ്പോൾ ഒരു വാക്കിന് തന്നെ. അതുകൊണ്ട് ശരിക്കും വായിച്ചോളണം കേട്ടോ. നിങ്ങളുടെ ഒരു രീതി ഉണ്ടല്ലോ, നിങ്ങൾക്ക് ആവശ്യമുള്ള മാത്രം ആ വാട്ടും ഈഫും ഒക്കെ എടുത്തങ്ങ് കളയും, എന്നിട്ട് എന്താണോ ആ കാണുന്ന ഇഷ്ടപ്പെടുന്ന മാത്രം അതിൽ നിന്ന് എടുത്തോണ്ട് പോകും. അതല്ല, മുഴുവൻ വായിക്കുക, നന്നായിട്ട് ക്വസ്റ്റ്യൻ എന്താണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, കഴിഞ്ഞു. നമുക്ക് ബിലാലിനെ കൊണ്ട് ക്വസ്റ്റ്യൻ വായിപ്പിക്കാം. ബിലാലെ, ക്വസ്റ്റ്യൻ വായിച്ചോളൂ. When an object is placed in front of a concave mirror at a distance of നിർത്തി. When an object is placed in front, ഇനി തന്നില്ലെങ്കിലും ഇൻ ഫ്രണ്ട് ആണ്. ഒബ്ജക്ട് എപ്പോഴും നമ്മൾ വയ്ക്കുന്ന മിററിന്റെ ഫ്രണ്ടിലാണ്. ഓക്കെ, അത് എത്രയാന്ന് തന്നിരിക്കുന്നേ ബിലാലെ? എത്രയാ? 30 centimeter. 30. അപ്പൊ ബിലാലെ, നമ്മൾ ഒരു കോൺകേവ് മിറർ അവിടെ വരയ്ക്കുവാണെങ്കിൽ സംഗതി കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഓക്കെ, ഒരു കോൺകേവ് മിറർ അവിടെ വരച്ച് നോക്കുവാണെങ്കിൽ ഒബ്ജക്ട് ഇൻ ഫ്രണ്ട് ആണ് വയ്ക്കുന്നത്. ഓക്കെ, എത്രയാ ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസ് എത്രയാ ബിലാലെ? 30. 30. ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസ് 30 centimeter. ഏയ്, ഇവൻ മുന്നോട്ട് കൊണ്ടുപോകൂല. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് 30 ഞാൻ എഴുതൂല, എനിക്ക് സൈൻ വേണം. ഇനി സൈൻ വേണം. ഞാൻ എപ്പോഴും എന്താണ് +30. അയ്യോ, +30യോ? മിററിന്റെ ബാക്കിലെ ഒബ്ജക്റ്റ് വെക്കുന്നേ? നമ്മൾ മിററിന്റെ ബാക്കിലാണോ കൊടുക്കുന്നത് മെഴുകുതിരി വെച്ചതാ? ഇതാ ഞാൻ പറഞ്ഞ, മനസ്സിലായില്ലെങ്കിൽ ചോദിച്ചോളണം. തലയ്ക്ക് കൈ കൊടുത്ത് ഇരിപ്പ് കണ്ടപ്പോ തോന്നി കേട്ടോ. അതേ കണ്ട, എത്ര പേരെ കൈ ഒന്നും അറിയാവുന്നവരൊന്നും കൈ പൊക്കി. ബിലാലിന് കാണട്ടെ, ബിലാലൊന്ന് നോക്കിയാ സ്ക്രീനിലേക്ക്. കണ്ടാ എത്രയധികം ജനങ്ങളാ നോക്കി, തള്ളി കയറി വരെ. കണ്ടാ, ബിലാലിനെ ചവിട്ടിയിട്ടിട്ട് അവരങ്ങ് പോവും കേട്ടോ. അതുകൊണ്ട് ശ്രദ്ധിച്ചോളണം. പറഞ്ഞു, ഒരാൾ പറഞ്ഞു, അതിലൊരാൾ പറഞ്ഞു, ആയിഷ പറഞ്ഞു. ആയിഷ, ബിലാല് കേട്ടോ? ബിലാല് കേട്ടോ? പറഞ്ഞോ, എങ്ങനെയാണ്? -30. എന്താ മൈനസ് എടുത്ത്? ബിലാലിന് ക്ലിയർ ആയിട്ടില്ല. ബിലാൽ എന്താ മൈനസ് എടുത്തതെന്ന് പേടിച്ചിരിക്കും. ഒന്ന് പറഞ്ഞു കൊടുത്തേ ബിലാലിനെ, എന്താ മൈനസ് എടുത്തത്? എല്ലാ ഡിസ്റ്റൻസും ബിലാലെ നമ്മൾ ഇവിടെ പോയി നിൽക്കണം കേട്ടോ. എല്ലാ ഡിസ്റ്റൻസും മെഷർ ചെയ്യേണ്ടത് നമ്മൾ പോളിന്നാണ്. പോളിന്ന് ലെഫ്റ്റിലേക്ക് എടുക്കുന്ന വാല്യൂ നെഗറ്റീവ് ആണ്. ദാറ്റ്സ് ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ അല്ലെ? അതല്ലേ പറയുന്നേ? ലെഫ്റ്റിലേക്ക് എടുത്താൽ അത് നെഗറ്റീവ് ആണ്. അതുകൊണ്ട് ഇങ്ങടല്ലേ എടുക്കുന്നേ, അത് -30 സെന്റിമീറ്റർ ആയിരിക്കും. നിങ്ങൾ ഡിസ്റ്റൻസ് എഴുതുമ്പോൾ 30 എഴുതിയാൽ മതി. ഇവിടെ യു എഴുതുമ്പോൾ -30 സെന്റിമീറ്റർ എന്ന് എഴുതണം. ഓക്കെ, ഇനി വി ക്വസ്റ്റ്യൻ ബാക്കി വായിച്ചോ ബിലാല? ബാക്കി വായിച്ചോ. An image is obtained on a screen at a distance of 20 centimeter. ഓക്കെ, അത് എന്ത് ഇമേജ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടോ? റിയൽ ഇമേജ് ആണോ വിർച്വൽ ഇമേജ് ആണെന്ന്? ഇല്ല, പറഞ്ഞിട്ടില്ലേ? അത് റിയൽ ഇമേജ് ആണോ വിർച്വൽ ഇമേജ് ആണോ? പറഞ്ഞിട്ടുണ്ടെന്നേ. അത് റിയൽ ഇമേജ് ആണോ വിർച്വൽ ഇമേജ് ആണോ എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഒരൊറ്റ വാക്കുണ്ട് അവിടെ. അത് ആർക്കും മനസ്സിലായിരുന്നു കൈവയ്ക്കേ? ആ വാക്ക് മനസ്സിലായിരുന്നു കൈവയ്ക്കേ? അത് റിയൽ ആണോ വിർച്വൽ ആണോ എന്ന് അറിയാൻ വേണ്ടിട്ട് അവർ ഒരൊറ്റ, അതാ പറഞ്ഞ ക്വസ്റ്റ്യൻ ശരിക്കും ശ്രദ്ധിക്കണം. പറഞ്ഞോ, ഒരാൾ പറഞ്ഞു. ആരാ? ഇർഫാൻ ശബ്ദത്തിന് പറഞ്ഞോ. സ്ക്രീനിലോ പറഞ്ഞിട്ടുണ്ട്. സ്ക്രീൻ, അതാണ് കേട്ടോ, സ്ക്രീനിലാണ് അല്ലേ?
അപ്പൊ സ്ക്രീനിന്ന് അവിടെ എഴുതി വെച്ചോ അറിയില്ലാത്ത ഒരു സ്ക്രീനിന്ന് കണ്ട അത് റിയൽ ആണ്. സ്ക്രീനിൽ കിട്ടണ ഇമേജ് റിയൽ ഇമേജ് ആണ്. ഓക്കെ, സ്ക്രീനിലായതുകൊണ്ട് ആ ഇമേജ് റിയൽ ആണ്, മുന്നിലാണ്. മുന്നിൽ എത്രയായിരിക്കും? 20 സെന്റിമീറ്റർ ആയിരിക്കും അല്ലെ? അതിലെ അത് നേരെയാണോ ഇരിക്കുന്നത്, തലതിരിഞ്ഞാണോ ഇരിക്കുന്നത് ആ ഇമേജ്? അതിൽ ആ ഇമേജ് നേരെയാണോ ഇരിക്കുക, തലതിരിഞ്ഞാണോ ഇരിക്കുക? പോട്ടെ പോട്ടെ. മൈൻഷാ പി എ പറഞ്ഞോ, ആ ഇമേജ് നേരെ ആയിരിക്കോ തലതിരിഞ്ഞായിരിക്കോ? ഇൻവേർട്ടഡ് ആണ്. കാരണം റിയൽ ഇമേജ് ഇൻവേർട്ടഡ് ആണ്, നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, സൈസ് ഇതിലും ചെറുതായിരിക്കും. മുന്നിലായതുകൊണ്ട് സൈസ് കേട്ടാ, അസംബ്ലിയിൽ നിൽക്കുന്ന പോലെയാണ്. മുന്നിലുള്ള ആൾക്ക് പൊക്കം കുറവായിരിക്കും കേട്ടോ. അത് ഇമേജ് ആണെങ്കിലും ഒബ്ജക്റ്റ് ആണെങ്കിലും എന്തായാലും അങ്ങനെ തന്നെയാണ്. ഓക്കെ, അപ്പൊ 20 സെന്റിമീറ്റർ ആണ് ഇങ്ങോട്ട് വരുന്നത്. 20 സെന്റിമീറ്റർ, 20 സെന്റിമീറ്റർ. ഓക്കെ, ഇത്രയും കാര്യം മനസ്സിലായി അല്ലെ? ഇമേജ് സൈസ് ചെറുതാന്ന് മനസ്സിലായി, എല്ലാം മനസ്സിലായി. ഇനി ഇമേജിന്റെ ഡിസ്റ്റൻസ് പോസിറ്റീവ് എടുക്കണോ നെഗറ്റീവ് എടുക്കണോ? ഷെറിനെ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എടുക്കണ്ടേ? നെഗറ്റീവ്. നെഗറ്റീവ്. കണ്ട, ഇങ്ങനെ എപ്പോഴും സൈനിന്റെ കാര്യം ഓർമ്മയുണ്ടാവണം. ഓക്കെ, സൈൻ എപ്പോഴും ഓർമ്മയുണ്ടാവണം. സൈൻ ഇടാണ്ട് ചെയ്യണ്ട കേട്ടോ. പോസിറ്റീവ് ആണെങ്കിൽ ഇട്ടിട്ട് പഠിച്ചോ, അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ അറിയാണ്ട് ഇട്ട് പോവും അത്. ഓക്കെ, -30 -20 നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്ന ഫോക്കൽ ലെങ്ത് ആണ്. ഫോക്കൽ ലെങ്ത്തിന്റെ ഇക്വേഷൻ എന്തായിരുന്നു മൈൻഷാ? ഫോക്കൽ ലെങ്ത്തിന്റെ ഇക്വേഷൻ മൈൻഷാ പി എ? 1/f is equal to 1/v plus 1/u. 1/v plus 1/u. ഓക്കെ, 1/, ഇഷാനെ 1/v എന്ന് പറഞ്ഞ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇഷാനെ എങ്ങനെ വരും? ഇഷാൻ, മുഹമ്മദ് അബ്ദുറഹ്മാൻ, അച്ചു. പറഞ്ഞോ സാർ. 1/, ഇത് ഇതാ പോരെ, വാല്യൂ ഇട്ട് കൊടുത്താ പോരെ? വാല്യൂ ഇട്ട് കൊടുത്താൽ മതി. 1/, അപ്പൊ 1/, -20 plus 1/, -30. 1/, -20 അടുത്ത വാല്യൂ. അപ്പൊ ഏതൊരു പ്രോബ്ലം ചെയ്യേണ്ട മെത്തേഡ് ഇതാണ് കേട്ടോ. സാറ് നിങ്ങൾക്ക് ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ടാവും. ഒരു പ്രോബ്ലം ചെയ്യേണ്ടത് നമ്മൾ ആക്ടിവിറ്റി ചെയ്യുന്ന പോലെ തന്നെയാണ്. ഓരോ സ്റ്റെപ്പും കറക്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഫൈനൽ ആൻസറിലേക്ക് എത്തുക. അല്ലാണ്ട് ഒറ്റയടിക്ക് ആൻസർ എന്ന് പറഞ്ഞ് ഓടുവല്ല കേട്ടോ. ഓരോ സ്റ്റെപ്പും കറക്റ്റ് ആക്കിയാൽ മതി. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങളുടെ ആൻസറും കറക്റ്റ് ആയിക്കോളും. ഓക്കെ, അപ്പൊ അത് വന്നു. ഇനി ചെയ്യേണ്ടതാണ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. ഇനി എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ച്, അറിയുന്നവരും അറിയാത്തവരും ഒക്കെ ഇവിടെ ശ്രദ്ധിച്ചിരുന്നേ. എങ്ങനെയാ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. ഇവിടെ നോക്കിക്കോട്ടോ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചില ടേബിളിന്റെ ഒക്കെ കാലിരിക്കുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്രയേ ഉള്ളൂ ഈ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, എങ്ങനെ വരും? ആദ്യം ചെയ്യേണ്ടത് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്യുക. ഏതിന്റെ ന്യൂമറേറ്ററും? ഇതിന്റെ ന്യൂമറേറ്ററും ഇതിന്റെ ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്യുക. ശ്രദ്ധിച്ചല്ലോ? ഓക്കെ ആണല്ലോ? ശേഷം എന്ത് ചെയ്യുക? ഇതിന്റെ ന്യൂമറേറ്ററും ഇതിന്റെ ഡിനോമിനേറ്ററും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച്. ഇപ്പൊ ന്യൂമറേറ്ററിന്റെ കാര്യം ഏകദേശം തീരുമാനമായിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക? ഇത് രണ്ടും എന്താ ചെയ്യേണ്ടത്? അത് തീരുമാനിക്കുന്നത് ഇതിന്റെ നടുക്ക് കിടക്കുന്നത് എന്താണോ അത്. ഇവിടെ പോസിറ്റീവ് അല്ലേ? ഇത് രണ്ടും തമ്മിൽ ആഡ് ചെയ്യുക. ഇതായിരിക്കണം മുകളിൽ വരേണ്ടത്. താഴെ എന്താ വരേണ്ടത്? താഴെ വരേണ്ടത് ഈ 20യും ഈ -30യും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത ശേഷം അത് താഴെ എഴുതുക. ഓക്കെ, അതായത് വരുന്നത് ഞാൻ ഒന്നുകൂടി ഒന്ന് മാറ്റി എഴുതാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോ. ഇവിടെ വരുന്നത് 1 × -30, ഇത് 1 × -30, ഇവിടെ 1 × -20, 1 × -20. ഇടയ്ക്ക് ചെയ്യേണ്ടത് എന്താന്ന് നമുക്ക് ഇവിടുത്തെ സൈൻ നോക്കിയാൽ മതി. ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്? അഡീഷൻ ആണ്. അപ്പൊ ഇവിടെയും പ്ലസ് എഴുതുക. പ്ലസ് ഹോൾ ഡിവൈഡഡ് ബൈ -20 × -30. താഴെ വെറുതെ ഡിനോമിനേറ്ററുകൾ തമ്മിൽ പ്രൊഡക്റ്റ് എടുത്താൽ മതി. ഇങ്ങനെയാണ് ഫ്രാക്ഷൻ ആഡ് ചെയ്യേണ്ടത്. അറിയാവുന്നവർ ചെയ്തു പൊക്കോ, ഡൗട്ട് ഉള്ളവർ ചോദിച്ചോളൂ. ഇല്ല, എല്ലാവർക്കും അറിയാം. ഓക്കെ, ഇനിയിപ്പോ നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ പോസിറ്റീവ് നെഗറ്റീവ് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത് നമുക്കറിയാം. അതുപോലെ രണ്ട് നെഗറ്റീവുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ കിട്ടുന്നത് നിങ്ങൾക്കറിയാം. സൈൻ മാത്രം നോക്കിയാൽ മതിയല്ലോ. ചെയ്തു പൊക്കോ. ആരെ ഓഡിയോ ഓൺ? അച്ചു ഓഡിയോ ഓഫ് ചെയ്ത്. അച്ചു ഓഡിയോ സോറി സാർ.
നീ ഓഫ് ചെയ്താൽ മതി. ഇർഫാന് ചോദിച്ചോ. സാർ കിട്ടിയതാ. എത്ര കിട്ടിയേ? -12 ആണോ? ഓക്കെ. ആ ബുക്കൊക്കെ ഒന്ന് കാണിച്ചു തരണം കേട്ടോ ഇന്ന് ക്ലാസ് കഴിയുമ്പോ. നിങ്ങളെ വിശ്വാസം ഇല്ലാണ്ടല്ല, നാളെ നിങ്ങളെ കൂടുതൽ വിശ്വസിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പറഞ്ഞോ അഭിനെ പറഞ്ഞോ. സാർ ഡൗട്ട് ചോദിച്ചോട്ടെ? ചോദിച്ചു, പിന്നെ അതിനല്ലേ ഞാൻ ഇരിക്കണേ. ഇപ്പൊ ഒബ്ജക്റ്റും ഇമേജും റൈറ്റ് സൈഡിലാണ്. ഒബ്ജക്റ്റ് റൈറ്റ് സൈഡിൽ വരിക? അല്ല, റൈറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഈ കേസില് അല്ല, ഒബ്ജക്റ്റ് റൈറ്റ് സൈഡിൽ വരല്ലോ. ഒബ്ജക്റ്റ് എപ്പോഴും ലെഫ്റ്റ് സൈഡിലായിരിക്കും. അല്ല സോറി മാർപ്പി, ലെഫ്റ്റ് സൈഡിലായിരിക്കും ഒബ്ജക്റ്റും ഇമേജും. ഓക്കെ. അപ്പൊ ഒബ്ജക്റ്റ് മേളിലേക്കും ഇമേജ് താഴത്തേക്കും. അപ്പൊ ഒബ്ജക്റ്റിന്റെ സൈൻ എത്രയായിരിക്കും? ഒബ്ജക്റ്റിന്റെ പോസിറ്റീവ്, ഇമേജിന്റെ നെഗറ്റീവ്. സാർ അപ്പോ ലെഫ്റ്റ് സൈഡിൽ വരുമ്പോ നെഗറ്റീവ് വരില്ലേ? അതല്ല, ലെഫ്റ്റ് സൈഡിൽ വരുമ്പോ നെഗറ്റീവ് എന്നല്ല. ലെഫ്റ്റ് സൈഡിലേക്ക് മെഷർ ചെയ്യുന്ന ഡിസ്റ്റൻസ് നെഗറ്റീവ് ആണ്. പക്ഷെ ഇത് ഹൈറ്റ് അപ്വേർഡ് മെഷർ ചെയ്യുന്ന പോസിറ്റീവ് ആണ്. അങ്ങനെ വരിക. പോളിന്ന് ലെഫ്റ്റിലേക്ക് ഒരിക്കലും നമുക്ക് ഹൈറ്റ് മെഷർ ചെയ്യാൻ പറ്റൂല. അതെന്തേ മെഷർ ചെയ്യാൻ പറ്റുള്ളൂ? ഡിസ്റ്റൻസേ മെഷർ ചെയ്യുന്നുള്ളൂ. മനസ്സിലായോ? അതൊക്കെ ഞാൻ പറഞ്ഞില്ല, അതൊക്കെ വരുന്ന സംശയങ്ങളാണ്. ചോദിച്ചത് നന്നായി, വളരെ നന്നായി ചോദിച്ചത് കേട്ടോ. ലെഫ്റ്റ് സൈഡിലാന്ന് പറഞ്ഞാൽ എല്ലാ വാല്യൂ നെഗറ്റീവ് എടുക്കുകയല്ല ചെയ്യാ. ലെഫ്റ്റിലേക്ക് മെഷർ ചെയ്യുന്നുണ്ടല്ലോ നമ്മൾ, ഡിസ്റ്റൻസ് ലെഫ്റ്റിലേക്ക്, അതായത് പോളിന്റെ ലെഫ്റ്റിലേക്ക് മെഷർ ചെയ്യുന്ന ഡിസ്റ്റൻസ് നെഗറ്റീവ് എന്നാ പറഞ്ഞത്. ഇനി ഹൈറ്റിന്റെ കേസ് വരുമ്പോ താഴേക്കാ നെഗറ്റീവ് വരിക. ഹൈറ്റ് മുകളിലേക്ക് പോസിറ്റീവ് ആണ്, താഴേക്ക് നെഗറ്റീവ് ആണ്. അമീൻ ഷാജി പറഞ്ഞോ. സാർ -20 into -33. അത് നീ ചെയ്യാ. അത് 2 into 3 ചെയ്താ പോരെ? 2 into 3 ചെയ്താൽ മതി. 2 into 3 എത്രയാ? 6. ആ 0 അങ്ങ് ഇട്ട് കൊടുത്തു. ഇനി ഈ 0 എന്ന് പറഞ്ഞ സാധനത്തിന് നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട കേട്ടോ. ലാസ്റ്റ് കിടക്കുന്ന 0 ഉണ്ട്, ലാസ്റ്റ് കിടക്കുന്ന 0 കേട്ടോ. ഈ ലാസ്റ്റ് 0 കിടക്കണമെങ്കിൽ അവനെ ഇല്ലാത്തതായിട്ട് കൂട്ടിക്കും, എന്നിട്ട് ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി. ഇപ്പൊ 30,000 into 30,000 എന്ന് പറഞ്ഞാൽ ചില പിള്ളേർ ചെയ്തു തുടങ്ങും. 3 5 0 ഒക്കെ ഇട്ട് ചെയ്യുവാണ്. അതിന്റെ ആവശ്യമില്ല. എന്ത് ചെയ്താൽ മതി? 3 into 3 9 ചെയ്തിട്ട് 30,000ന്റെ എത്ര പൂജ്യം വരും? 4 പൂജ്യം അല്ലെ? 4 4 8 പൂജ്യം ഇട്ട് കൊടുത്താൽ മതി. 0 വരുമ്പോ നിങ്ങൾ അത് എഴുതണ്ട. നിങ്ങൾ 0 ഇല്ലാത്ത മാത്രമേ മൾട്ടിപ്ലൈ ആയിട്ട് ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പൊ 30 into 20 എന്ന് കാണുമ്പോൾ 30 into 20 ചെയ്യണ്ട, 3 into 2 ചെയ്താൽ മതി. എന്നിട്ട് 2 0 ഇട്ട് കൊടുത്താൽ മതി. ആ കട അങ്ങ് വീട്ടുക. 2 0. ഓക്കെ. ഇനി ഇവിടെ ശ്രദ്ധിച്ചോ, ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ശ്രദ്ധിച്ചോ. ഇനി ഇവിടെ വരാം. 1 into -30 എത്ര കിട്ടും? ഫസ്ന 1 into -30 ചെയ്യുമ്പോ എത്ര കിട്ടും? -30. 1 into -30 ചെയ്യുമ്പോ -30 പ്ലസ് അടുത്ത 1 into -20 എത്ര കിട്ടും ഫസ്ന? -20. -20 ഡിവൈഡഡ് ബൈ ഐഷ നസ്ലിൻ. -20 into -30 എത്രയാ? -20 into -30 മൈനസോ? നെഗറ്റീവും പോസിറ്റീവ് മറക്കല്ലേ കേട്ടോ. നെഗറ്റീവും പോസിറ്റീവ് ആണ്. അപ്പൊ എത്ര വരും? 600. ഓക്കെ ആണോ? 600. ഇനി ഈ പോസിറ്റീവ് നെഗറ്റീവ് അടുത്തടുത്ത് കിടക്കണം ഭയങ്കര പ്രശ്നമാണല്ലോ. ഇതിനെ എന്താക്കാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പോസിറ്റീവ് നെഗറ്റീവ് ആണെങ്കിൽ അതിനെ മൾട്ടിപ്ലൈ എന്ന റൂൾ ഉണ്ടല്ലോ, അത് തന്നെയാണ്. അല്ലമീൻ എന്ത് ചെയ്യാം? അല്ലമീനെ ഒരു സൈൻ കളയാം. പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ് ചെയ്യുമ്പോൾ എന്തായിരിക്കും? അല്ലമീൻ ഈ വിളിക്കുന്നവരൊക്കെ ഇങ്ങനെ ഗൗരി പറഞ്ഞോ. അല്ലമീൻ പറഞ്ഞോ. പോസിറ്റീവ് നെഗറ്റീവ് മൾട്ടിപ്ലൈ ചെയ്ത ആൻസർ എന്തായിരിക്കും? മൾട്ടിപ്ലിക്കേഷനില് എത്ര മിനിറ്റ് നീ പിള്ളേരെ കളഞ്ഞ? ഇവരെന്നെ പ്രാഗും. 10-20 MB നിന്നോടുള്ള ഒരു ആൻസറിന് ഇവർ ഇറങ്ങി പോയി. ഡാറ്റ കേട്ടില്ല. പോസിറ്റീവ് സൈനും നെഗറ്റീവ് സൈനും മൾട്ടിപ്ലൈ ചെയ്ത് വരുമ്പോ ആൻസറിൽ ഏത് സൈൻ നമ്മൾ ഇട്ട് കൊടുക്കാം? നമ്മള് പോസിറ്റീവ് അല്ലേ? പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് ആണോ? അല്ല, നെഗറ്റീവ് മറന്നുപോയി. അഹമ്മദ് അബ്ദുൽ കരീം നെഗറ്റീവ്.
ഇവിടെ ആൻസർ അതല്ല, ആൻസർ റെഡിമെയ്ഡ് പിടിച്ചോണ്ട് വരാ, ചോദ്യം ഒന്നും കേൾക്കണ്ട. ഇത് രണ്ടും എന്താ ചെയ്യണ്ടേ? ഈ ന്യൂമറേറ്ററിൽ എന്താ ചെയ്യണ്ടേ? ന്യൂമറേറ്ററിലെ വാല്യൂ എന്ത് ചെയ്യണം പറഞ്ഞോ, ചെയ്തിട്ട് പറഞ്ഞോ. അപ്പൊ ഞാൻ ഈ പോസിറ്റീവ് കളഞ്ഞിട്ടുണ്ട്, പറഞ്ഞോ ആൻസർ പറ, ചെയ്ത ആൻസർ പറ, എത്ര കിട്ടും? സാർ ചെയ്തില്ല. ചെയ്യും വേണ്ട, അത് നേരെ നോക്കി പറഞ്ഞാൽ മതി. രണ്ട് നെഗറ്റീവ് സൈൻ വരുമ്പോ എന്താ ചെയ്യണ്ടേ? നിങ്ങൾ എന്താ ചെയ്യാ? രണ്ട് നെഗറ്റീവ് സൈൻ, രണ്ട് സെയിം സൈൻ വന്ന് എന്ത് ചെയ്യണം അവിടെ എഴുതി വെച്ചിട്ടുണ്ടായല്ലോ. അത് പറഞ്ഞാ പോരെ, അത് ആഡ് ചെയ്യണം, അത് ആഡ് ചെയ്യണം. രണ്ട് സെയിം സൈൻ ആണ് പോസിറ്റീവ് എന്നല്ല, അത് ആഡ് ചെയ്യണം. ഓക്കെ, അത് ആഡ് ചെയ്യുക. 13 20 കൂടെ ആഡ് ചെയ്യുക. 30 20 സെയിം സൈൻ വരുമ്പോ അഡീഷൻ, സെയിം സൈൻ വരുമ്പോ അഡീഷൻ കേട്ടോ, മറക്കരുത്. അപ്പൊ ഒരേ സൈൻ ആണ്, അപ്പൊ 30 50 കൂടെ ആഡ് ചെയ്യണം. അതിന് ചെയ്തിട്ടില്ല എന്നൊക്കെ പറയണേ, വലിയ 30 20 ആഡ് ചെയ്യാനാ? നാളെ എന്തെങ്കിലും ഒന്ന് പുറത്തേക്ക് ഇറങ്ങി ആരെങ്കിലും ഒരു 30 രൂപ 20 രൂപ തന്നു കഴിഞ്ഞാൽ ഞാനൊന്ന് കൂട്ടട്ടേട്ടെന്നും പറഞ്ഞ് പൈസ വെച്ചിട്ട് പോവോ? പോവോ? 30 20 എത്രയാ? 50 50 അല്ലേ? 50. ഓക്കെ, സൈൻ ചെയ്തിട്ട് കൊടുക്കണം. സൈൻ എപ്പോഴും വലിയ നമ്പറിന്, അത് എപ്പോഴും അങ്ങനെ ഓർത്തോ. നെഗറ്റീവ് ബൈ 600. ഇനി ചെയ്യരുത് കേട്ടോ, ഇനി ചെയ്യരുത് കേട്ടോ, എപ്പോഴും ഓർത്തോളണം. ഇവിടെ എത്തി നിൽക്കുമ്പോ എന്റെ മുഖം ഓർത്തോളണം, ഞാൻ വന്നിട്ട് ഇങ്ങനെ ഇത് ചെയ്യരുതെന്ന് പറയണ ഓർത്തോളണം കേട്ടോ. കാരണം എന്താണെന്നറിയോ, നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കണ 1/f ആണ്, എഫ് അല്ല. അപ്പൊ എന്ത് ചെയ്യാം? തിരിച്ചെടുക്കാം കേട്ടോ. എന്ത് ചെയ്താൽ മതി? എത്ര പേര് ചെയ്തു? 50/600 ചെയ്തവരൊന്ന് കൈവയ്ക്ക്, ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയാ. ആരും ചെയ്തില്ലേ? ചുമ്മാ പിന്നെ ഞാൻ ഇപ്പൊ വിശ്വസിക്കും ആരും ചെയ്തില്ല എന്ന് പറഞ്ഞ. ഒന്ന് കൈവയ്ക്ക്. എന്റെ തമ്പുരാനെ, ഇത് എത്ര പേരെ ഇത് കൈവയ്ക്കാണ്? ഇനി കൈതാധികം. അത് കുഴപ്പമില്ല, അത് കുഴപ്പമില്ല. ഇത് നിങ്ങൾ ചെയ്യും, ഒന്ന് വീണിട്ട് പഠിക്കുന്നത് നല്ലതാ കേട്ടോ. അപ്പൊ 600, അപ്പൊ എന്ത് ചെയ്യണ്ട? 50/600 നിങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല. എന്ത് ചെയ്താൽ മതി? 600/50 ചെയ്താൽ മതി. പറഞ്ഞോ അമ്മ, പറഞ്ഞോ. രണ്ട് സീറോസ് വെട്ടാൻ പറ്റൂലേ? അത് വെട്ടിക്കോ. രണ്ടല്ല, ഇത് അല്ലേ? വെട്ടിക്കോ. ഓക്കെ, അത് എങ്ങനെ വന്നേ? ഇപ്പൊ ഞാനിപ്പോ ഒരു ഉദാഹരണം പറയാം. ഇവിടെ ശ്രദ്ധിച്ചേ പിള്ളേരെ, എന്നിട്ട് എഴുതിക്കോ. ഇപ്പൊ ഒരു ഫ്രാക്ഷൻ എന്റെ മുന്നിൽ വരുവാണ്. 10/5 2 ആണെന്ന് അറിയാലോ. 10/5 2 ആണ്. 20/10 എന്താണ്? 2 ആണ്. സമ്മതിച്ചല്ലോ. ഈ ഫ്രാക്ഷൻ ഒന്ന് തിരിച്ചിട്ടു എന്ന് കരുതി എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ നോക്കി. അതായത് 5/10 ഈക്വൽ ടു 10/20 എന്ന് എഴുതി എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഫ്രാക്ഷൻ തെറ്റിപ്പോയിട്ടുണ്ടോ? നോട്ട് ഈക്വൽ ആയിട്ടുണ്ടോ? ഈക്വൽ തന്നെയല്ലേ? തിരിച്ചെഴുതിയാലും ഒരു കുഴപ്പമില്ല. രണ്ട് ഫ്രാക്ഷൻ ഈക്വൽ ആണെങ്കിൽ അതിന്റെ ന്യൂമറേറ്റർ ഡിനോമിനേറ്ററുകൾ തിരിച്ചെഴുതിയാലും രണ്ടിനെ മാറ്റണം എന്നുള്ളൂ. അപ്പൊ നമുക്ക് ഇവിടെ 1/f അല്ലേ കിട്ടിയേക്കണേ, നമുക്ക് വേണ്ടത് f അല്ലേ. അപ്പൊ തിരിച്ചെഴുതുമ്പോൾ എന്ത് വരും? f ഈക്വൽ ടു 600 ഡിവൈഡ് ബൈ -50. ഇപ്പൊ തെറ്റിയത് കുഴപ്പമില്ല, നിങ്ങൾക്ക് തിരുത്താൻ അവസരമുണ്ട് കേട്ടോ. എക്സാമിന് തെറ്റിക്കരുത്. ഇനി അങ്ങനെ ചെയ്താലും തെറ്റുമൊന്നുമില്ല. നിങ്ങൾ ചെയ്തു വരുമ്പോ പറഞ്ഞ പോലെ ചിലപ്പോ വ്യത്യാസം വരാം. കാരണം നമ്മൾ ആ ഡെസിമലും ഒക്കെ കൈകാര്യം ചെയ്യുമ്പോഴത്തേക്കും ചെറിയ വ്യത്യാസം വരാം. ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ഇവിടെ നിർത്തുക, അവിടെ സ്റ്റോപ്പ് ചെയ്യുക. ഫ്രാക്ഷൻ ഇവിടെ എത്തി നിർത്തുക. ചെയ്യാൻ പറ്റാ, അതിന് മുന്നേ എഫ് ചെയ്തിട്ട് കണ്ടുപിടിക്കുക കേട്ടോ. എഫ് എന്ന് ഇട്ട് കൊടുത്തിട്ട് തിരിച്ചിട്ട് കണ്ടുപിടിക്കുക. തിരിച്ചിടണ ആരും എപ്പോഴും ഓർക്കുക. ഈ അയാൻ ചുമ്മാ ചിരിക്കുവാണ് കേട്ടോ. ഞാൻ അയാന്റെ പേര് ഇവിടെ എഴുതി വെക്കുവാണ്. അയാൻ, നമ്മളിങ്ങനെ ചുമ്മാ ചിരിച്ചു. ഇപ്പൊ ഞാനിവിടെ എന്ന് പറഞ്ഞ് ചുമ്മാ ചിരിച്ചു പിടിച്ചോണ്ടിരുന്ന നിങ്ങൾ തന്നെ പറയില്ലേ ആ സാറിന് എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് നിങ്ങൾ തന്നെ പറയില്ലേ? അപ്പൊ ഞാനും നിങ്ങൾ പേടിച്ചു പോവില്ലേ? ഞാൻ പഠിപ്പിക്കുന്ന കുട്ടിയൊക്കെ ഇങ്ങനെ ചിളിച്ചു പിടിച്ചോണ്ടിരിക്കും അവിടെ. നിങ്ങൾ ക്ലാസ്സിൽ ശ്രദ്ധിക്കട്ടാ. ഇത് മാത്രം വലിയ കോമഡി ഒന്നും ഇതിനകത്തില്ല. ഞാൻ നോക്കട്ടെ എന്താ കോമഡി? ഒരു കോമഡി ഇല്ല, ട്രാജഡി ആണ് ഫുള്ള് കേട്ടോ. പറഞ്ഞോ, ആരാണ്? പറഞ്ഞോ. സാറേ, പോസിറ്റീവ് എങ്ങനെ നെഗറ്റീവ് ഡിവൈഡ് ചെയ്യണം? പോസിറ്റീവ് നെഗറ്റീവ് ഡിവൈഡ് ചെയ്ത ആൻസർ നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, പറഞ്ഞോ. നെഗറ്റീവ് നമ്പേഴ്സിന്റെ എൽസിഎം എങ്ങനെയാ ചെയ്യണേ? നെഗറ്റീവ് നമ്പേഴ്സിന്റെ നമ്മള് നെഗറ്റീവ് അവിടെ കിടന്നോട്ടെ, നിങ്ങൾ നമ്പേഴ്സിന്റെ എൽസിഎം എടുത്താൽ മതി കേട്ടോ. നെഗറ്റീവ് ഒരു ശല്യം ഉണ്ടാക്കൂല, ആ നെഗറ്റീവ് അവിടെ കിടന്നോളും. നിങ്ങൾ ആ നമ്പറിന്റെ എൽസിഎം കണ്ടാൽ മതി. പറഞ്ഞോ. അപ്പൊ -60 അല്ലേ വരൂ? 60. അപ്പൊ എത്ര വരും? നിങ്ങൾക്ക് എൽസിഎം എടുത്ത് ചെയ്യാനാണോ? അല്ല, അവിടെ ഇങ്ങനെ എൽസിഎം എടുത്ത് ചെയ്യുമ്പോ എങ്ങനെയാ ഒന്ന് പറഞ്ഞേ. 1/. ഇവിടെ 12 എത്ര കൊണ്ടാ മൾട്ടിപ്ലൈ ചെയ്ത? 12 കൊണ്ടാണോ? ഇല്ല, ഞാൻ അങ്ങനെ അങ്ങനെ ചെയ്യണ്ടല്ലോ, നേരെ ഡിവൈഡ് ചെയ്യാലോ.
1/30 1/-30 പ്ലസ് 1/-20 ചെയ്തത്. ഓക്കെ, അത് ഞാൻ പറഞ്ഞുതരാലോ. ഇതിന്റെ 13 20 അല്ല, അപ്പൊ ഏത് വരും? 30 60 120 വരില്ലേ? 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താ പോരെ? ഞാൻ ചെയ്ത് തെറ്റിപ്പോയി. 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ നോക്കിയേ, ശരിയാ. 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോ ഇവിടെ എത്ര വരും? 120/120 വരില്ലേ? 6 + 6 12, 120 12 വരും. ശരിയാ, കറക്റ്റാ. 120 12 120 6 + ഒന്നുകൂടെ നോക്കട്ടെ, ഇൻറ്റു 6 ചെയ്ത് നോക്കി. അങ്ങനെ തന്നെയല്ലേ കിട്ടുന്നതെന്ന് എന്റെ പറ. ഇതിനെ 20നെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, 30നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും അല്ലെ? അപ്പൊ മുകളിലും അതുപോലെ ചെയ്യും. അപ്പൊ മുകളിൽ 10 വരും, താഴെ 120 വരും. ശരിയാ, തിരിച്ചിടുമ്പോ 12 തന്നെ കിട്ടും. കറക്റ്റാ കേട്ടോ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ കേട്ടോ. അതിന് എന്താ ഇടയ്ക്ക് ആരോ വോയിസ് ഓൺ ചെയ്ത പറഞ്ഞോ? -12 മൈനസ് കിട്ടണം. മൈനസ് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ തെറ്റാന്ന് അതിന്റെ അർത്ഥം. കാരണം എന്താണെന്നറിയോ? ഇതിന്റെ ഫോക്കൽ ലെങ്ത് നെഗറ്റീവാ കിട്ടുള്ളൂ, പോസിറ്റീവ് കിട്ടൂല. കാരണം ഇത് കോൺകേവ് മിററാ. ഓക്കെ, അപ്പൊ ഫോക്കൽ ലെങ്ത് ഒക്കെ കണ്ടുപിടിച്ച് കഴിയുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്തേക്കുക. ഇതെനിക്ക് നെഗറ്റീവ് ആണല്ലോ, ഇത് കോൺവെക്സ് ആണല്ലോ അല്ലെ? കോൺവെക്സ് വന്നു കഴിഞ്ഞാൽ കോൺവെക്സിൽ പോസിറ്റീവ് ആണല്ലോ വരാൻ പാടുള്ളൂ, കോൺകേവ് ആണെങ്കിൽ നെഗറ്റീവ് ആണ് വരാൻ പാടുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടെ -12 സെന്റിമീറ്റർ -12 സെന്റിമീറ്റർ എന്ന് വരും. LCM ഒക്കെ എടുത്ത് ചെയ്യാം കേട്ടോ. അങ്ങനെ ചെയ്യണ്ടേ ചെയ്യാം, ഏത് മെത്തേഡ് ചെയ്താലും കുഴപ്പമില്ല. നിങ്ങൾക്ക് ഏതാണോ എളുപ്പം അത് ചെയ്തോ. ഇങ്ങനെ തന്നെ ചെയ്യാൻ യാതൊരു നിർബന്ധം. പറഞ്ഞോ. അപ്പൊ അവിടെ വെച്ച് നിർത്തണം എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്നാ -12 സെന്റിമീറ്റർ എഴുതിയേ? അവിടെ വെച്ച് നിർത്തണം അല്ല, ഞാൻ അവിടെ എല്ലാം പറഞ്ഞ, ഞാൻ ഇവിടെ നിർത്തണം എന്ന് പറഞ്ഞ. ഇവിടെയാ പ്രശ്നം. ഇവിടെ ഒരു കട്ടർ ഉണ്ടായിരുന്നു, അത് ഒഴിവാക്കാൻ പറഞ്ഞ കേട്ടാ. ഇത് ഫുള്ള് കണ്ടുപിടിച്ചോളണം, ഫോക്കൽ ലെങ്ത് വാല്യൂ കണ്ടുപിടിച്ചോളണം കേട്ടോ. 12 സെന്റിമീറ്റർ ഞാൻ പറഞ്ഞ ഇവിടെ നിർത്താനത്. ഇവിടെ ഈ 50/600 ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യാ, തിരിച്ചിട്ടിട്ട് ബാക്കി ചെയ്തോളണം എന്ന് പറഞ്ഞതാ. നിർത്തിയിട്ട് പോകാനല്ല കേട്ടാ. ഓക്കെ, ചോദിച്ചോ. മുഹമ്മദ് റബീസ് ചോദിച്ചോ. സാർ -50/600 ചെയ്തിട്ട് അതിന്റെ റെസിപ്രോക്കൽ എടുത്താലും പോരെ? അങ്ങനെ ചെയ്യണമെങ്കിൽ ചെയ്തോ, പക്ഷെ ആൻസർ എന്ത് കിട്ടും? പക്ഷെ ഭയങ്കര അങ്ങനെ ചെയ്യുമ്പോ ഫ്രാക്ഷനിലെ ഡെസിമലൊക്കെ ആയിട്ട് പിന്നെ അതിന്റെ റെസിപ്രോക്കലൊക്കെ എടുത്തല്ലേ പോകുന്നത്. എന്തിനാ അതിന്റെ ആവശ്യം? ഒരു നമ്പറിന്റെ 1/, റെസിപ്രോക്കൽ എടുത്തിട്ട് പിന്നെയും എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ചെറിയ വ്യത്യാസമൊക്കെ വരും തോന്നണം. ഇങ്ങനെ വരുമ്പോ 11 പോയിന്റ് സംതിങ് അങ്ങനെയൊക്കെ കിട്ടും. എന്തിനാ അതിന്റെ ആവശ്യം എന്താ? നേരെ തിരിച്ച് നമുക്ക് ചെറിയ നമ്പർ വലിയ നമ്പറിനെ ഡിവൈഡ് ചെയ്യാനൊക്കെ എളുപ്പമാണ്. വലിയ നമ്പറിനെ ചെറിയ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പൊ ആ വഴി പോയാൽ പോരെ. ഓക്കെ, തിരിച്ച് ചെയ്താൽ മതി. കാരണം 1/f ആണ് നമുക്ക് വേണ്ടത്. തിരിച്ച് ചെയ്താൽ മതി. ഓക്കെ, ഇനി എന്തെങ്കിലും ഇനി ഇന്നിപ്പോ പ്രോബ്ലം ഒരെണ്ണം കഴിഞ്ഞു, ബാക്കിയുള്ള പ്രോബ്ലങ്ങൾ ചെയ്യും. അപ്പൊ നാളെ ഇങ്ങനെ ഇരിക്കേണ്ട വരും. നാളെ ഞാൻ ഇത്ര സഹായിക്കില്ല കേട്ടാ. നാളെ നിങ്ങൾക്കായിരിക്കും റോള്. അതുകൊണ്ട് എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ട്, അത് എന്തെങ്കിലും ആയിക്കോട്ടെ, ഏതെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ ചോദിച്ചോളുക. ബാക്കിയുള്ളവർ ലെഫ്റ്റ് ആയിക്കോളൂ. ഓക്കെ, താങ്ക് യു. ഓക്കെ, ബുക്ക് കാണിക്കാൻ പറഞ്ഞില്ലേതോ? അയ്യോ വിട്ടുപോയി. അതുപോലെ നാളെ പിടിക്കാം കേട്ടാ. താങ്ക് യു സാർ.